ആക്രിപെറുക്കൽ അമ്മിക്കൊത്ത് വ്യാജത്തിൽ കറങ്ങി നടന്ന് വീടുകൾ കണ്ടുവച്ച് ദേഹത്തെണ്ണയും തേച്ച് അടിവസ്ത്രം മാത്രം ഇട്ട് മാരകായുധങ്ങളുമായി കൊള്ളക്കിറങ്ങുന്ന ഒരു സംഘമുണ്ട്, കുറുവാ സംഘം. ആ സംഘം ഈ കാട്ടൽ കൊള്ളയ്ക്ക് മുന്നിൽ നാണിച്ച് കൊള്ള നിർത്തിയെന്നാണ് അറിവ്. ആ പോറ്റിക്കും സംഘത്തിന് മുന്നിൽ ആയുധങ്ങൾ അടിയറ വെച്ച് ഈ കുറുവാ സംഘത്തെ നയിക്കൂ മാട്ടക്കള്ളന്മാരെ, മാഫിയ പ്രമാണിമാരെ എന്ന് സാഷ്ടാംഗം വീണെന്നാണ് കേൾവി. ഇങ്ങനെയുണ്ടോ ഒരു കഴുത്തറപ്പൻ കാട്ടുകൊള്ള? ഓരോ വാർത്തയ്ക്കും ഓരോ എക്സ്പയറി കാലമുണ്ട്. ഒരുപക്ഷെ ഓരോ ദിവസം കഴിയും തോറും ചിന്തിക്കാനാവാത്ത മണം മഹാക്ഷേത്രത്തിൽ അങ്ങനെ ഒരു ചിന്ത പോലും പാതകം എന്നാലോചിക്കുന്ന കോടിക്കണക്കിന് ഭക്തമുള്ളൊരു നാട്ടിൽ എടാ ദുഷ്ടന്മാരെ, നീയൊക്കെ ചേർന്ന് ചെയ്തു കൂട്ടിയ മഹാപാതകങ്ങൾക്ക് കയ്യും കണക്കുകൊണ്ടോ മാപ്പില്ലാത്ത അപരാധപ്പണിയാണ് ആ ക്ഷേത്രത്തെ രാജ്യത്തിനകത്തും പുറത്തും ആയിരങ്ങളുടെ ആരാധനാവികാരമായൊരു പൂങ്കാവനത്തെ കമ്പോട് കമ്പ് ഇഞ്ചോടിഞ്ച് ആധികാരികം സമഗ്രം കട്ടുമുടിക്കാനാണ് മുടിഞ്ഞ കൂട്ടത്തിന്റെ ശാസ്ത്രീയ ഗവേഷണം. ആ കൊള്ള അവസാനിപ്പിക്കണമെന്ന ഇച്ഛാശക്തിയിൽ സർക്കാർ അങ്ങ് ഇടപെട്ടതല്ല, ഏതെങ്കിലും ഓഡിറ്റിൽ കണ്ടെത്തിയതല്ല. 7 വർഷങ്ങൾക്കപ്പുറം അടിച്ചുമാറ്റൽ വിവരങ്ങൾ ദേവസ്വം ബോർഡ് അധമ പൊത്തുകളിൽ പൂഴ്ത്തിവെച്ചതാണ്. അങ്ങേയറ്റം യാദൃശ്ചികമായി കോടതി കണ്ണിൽ അത് പെട്ടില്ലായിരുന്നെങ്കിൽ ഈ കള്ളപ്പോറ്റിയും കൂട്ടവും ആ ശാസ്താ വിഗ്രഹത്തിൽ കൈവെക്കുമെന്ന് പത്തരക്കട്ടയ്ക്ക് ഉറപ്പാണ്. അയ്യപ്പൻ എന്ന വികാരം അടുത്തുകൂടെ പോവാത്തവരാണ് വിശ്വാസികളല്ല വിഷസർപ്പങ്ങൾ. ആർത്തിപ്പണ്ണങ്ങൾ കൈവച്ചത് ദ്വാരപാലകരെയോ കട്ടളപ്പാളിയോ മാത്രമല്ല, ശിവരൂപങ്ങൾ, വ്യാളി രൂപം, പ്രഭാമണ്ഡപം, രാശിപ്പാളികൾ, ദശാവതാരപ്പാളികളൊന്നും വേണ്ട. സാങ്കം സാങ്ടോറം ശ്രീകോവിൽ അപ്പാടെയുള്ള ധൈര്യം കിട്ടിയെങ്കിൽ ആ കോടിക്കണക്കിനായ കാണിക്കയിൽ കൈവച്ചിട്ടില്ലെന്ന് പള്ളിപ്പറ. അടൂർ പ്രകാശോ സോണിയാഗാന്ധിയോ മല്ലികാർജ്ജുൻ ഖാർഗെയോ ആരെന്ന് വെച്ചാൽ ചോദ്യം ചെയ്യണം. കുറ്റക്കാരെങ്കിൽ മുൻകാല പ്രാബല്യത്തിൽ മരണം വരെ തൂക്കണം. പക്ഷേ ഈ മാരക ക്ഷേത്രക്കുള്ള ആദ്യമുണ്ടായത് ആദ്യ പിണറായി സർക്കാർ കാലത്താണ്. ആ കൊള്ളയുടെ തുടർച്ചയ്ക്ക് നീക്കമുണ്ടായത് 2ാം പിണറായി കാലമെന്ന് മറന്നുകൊണ്ടാവരുത് മറുപക്ഷത്തേക്ക് വഴിയാട്ടൽ. ആ പെരുന്നയിലെ മേലാവും വെള്ളാപ്പള്ളിയും പരസ്പര വൈരം മറന്ന് രക്ഷാദൗത്യത്തിന് കെട്ടിപ്പിടിച്ച് കോട്ട കെട്ടിയാലും കട്ടപ്പുകയാണ്. കാരണം ആ കേട്ടുകേൾവിയില്ലാത്ത കൊള്ളയിൽ അകത്ത് കിടക്കുന്ന ജില്ലാ നേതാവിനെ ബന്ധം മുറിച്ച് പുറത്താക്കി പടിയടയ്ക്കാൻ പേടിയെന്താ സെക്രട്ടറി എന്ന ചോദ്യത്തിന് ഇപ്പോഴും ആളെ ഊശിയാക്കുന്ന മറുപടിയാണ് താത്വിക ബബ്ബ. പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. ശ്രീ ഡി സുരേഷ് കുമാർ, ശ്രീ വസന്ത് സിറിയക്, ശ്രീ ആർ വി ബാബു, ശ്രീ മഹേഷ് പണിക്കർ എന്നിവർ ചർച്ചയിൽ ആദ്യം ഞാൻ ശ്രീ മഹേഷ് പണിക്കറിലേക്ക് പോകുന്നു. ശ്രീ മഹേഷ് പണിക്കർ, നോക്കൂ, ഇവിടെ ശബരിമല ഒരു സാധാരണ ക്ഷേത്രമല്ല. കേരളത്തിലെ മഹാക്ഷേത്രങ്ങളിൽ 1ാം സ്ഥാനീയനാണ്. കോടതി മേൽനോട്ടത്തിന് പ്രത്യേക ഉദ്യോഗസ്ഥനുള്ള ക്ഷേത്രമാണ്. CCTV ക്യാമറകൾ ധാരാളം. ഒരുപക്ഷെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സുരക്ഷയുള്ള ക്ഷേത്രമാണ്. പലയാവർത്തം നമ്മൾ പറയുന്നതാണെങ്കിലും ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് ഇത്രയധികം വ്യാപ്തിയിൽ കൊള്ള നടന്നെങ്കിൽ അതെന്ത് ഭീകരമാണ്. ഓർക്കുമ്പോൾ ധാർമ്മിക രോഷമുണ്ടോ, വല്ലാത്ത നിരാശയുണ്ടോ ശ്രീ മഹേഷ് പണിക്കർ? തീർച്ചയായിട്ടും ഇത് നമ്മൾ കാണേണ്ടത് കുറേ കാലമായിട്ട് തുടങ്ങിയ സാധനം. ഇപ്പോൾ നമ്മൾ ഈ പുതിയതായിട്ട് പറയുന്ന ഈ പ്രഭാമണ്ഡലം അതൊക്കെ കട്ടളയുടെ മേളിലുള്ള ആ ഒരു വർക്കുകളാണ്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തോരണം, മകരത്തോരണം, ചിത്രത്തോരണം അങ്ങനെയൊക്കെ പറയുന്ന ഘനദ്വാരത്തിനും കട്ടളകൾക്കും മുകളിൽ സാധാരണ ചെയ്യുന്ന വർക്കുകളാണ്. അത് ശിവലിംഗ രൂപം വരാം, ഗജലക്ഷ്മി വരാം, അങ്ങനത്തെ പല ക്ഷേത്രത്തിലും പലതാണ് ചെയ്യുന്നത്. അപ്പം അതുമൊക്കെ അതൊക്കെ ദേവതാ സാന്നിധ്യമുള്ള ഒരു ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളൊരു വീടിൻ്റെയൊക്കെ മെയിൻ കട്ടളയുടെ മേളിൽ ഒരു പ്രത്യേക ആചാരങ്ങളുടെ ബന്ധപ്പെട്ട് വെക്കുന്ന സംഭവമാണ്. അതൊക്കെ വിശ്വാസപരമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അപ്പം ഈ ദ്വാരപാലക പാളി പോലെ തന്നെ അതിനകത്തും ഒരു ദേവതാ ചൈതന്യമൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതിലൊക്കെ കയറി കൈവെക്കുക എന്ന് പറഞ്ഞാൽ ഇതൊരു കേവലം ഒരു അവിടുത്തെ ഒരു കാണിക്ക എടുത്തുകൊണ്ട് പോകുന്ന പോലും അല്ലെങ്കിൽ മറ്റേതല്ല. ആ ദൈവ വിഗ്രഹത്തെ തന്നെ നമുക്ക് അപകടമാകുന്ന രീതിയിൽ അവിടുത്തെ സിസ്റ്റം മൊത്തം പൊളിച്ച് മാറ്റണം. ഈ രീതിയിൽ പറ്റത്തില്ല. ഇത് വളരെ ക്രൂരമാണ്. ഓരോ ദിവസവും നമ്മൾ ഓരോരോ കാര്യങ്ങളാണ് കേട്ട് വരുന്നത്. 2009 മുതൽ ഇവർ തുടങ്ങിയ പല കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, കഴിഞ്ഞ ദിവസം പത്മകുമാർ ഒരു ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, ആരാ ദൈവതുല്യം എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് ശവന്തീനികളല്ലാതെ പറയുന്നുണ്ട്. ഈ ശവന്തീനികൾ എന്ന് പറഞ്ഞാൽ നോൺ വെജിറ്റേറിയൻ ആണ്. നോൺ വെജിറ്റേറിയൻ അല്ല, വെജിറ്റേറിയൻസ് ആണ് വളരെ വ്യക്തമായിട്ടാണ് അദ്ദേഹം പറയുന്നത്. അതൊരു വളരെ കൃത്യമായ ക്ലൂ ആണ്. അപ്പം ഈ പറഞ്ഞ പോറ്റിക്കൂട്ടങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു സംഭവം അവിടെ ഇത് മാറ്റണം. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടിയിലും, അത് ഇടതിലും വലതിലും, അല്ലാതെ അഡ്മിനിസ്ട്രേറ്റീവ് ഭരണം വന്നപ്പോഴത്തേക്ക് അതിനകത്തും എല്ലാം ഇവരുടെ സാന്നിധ്യം ഉറപ്പിച്ചിട്ടുണ്ട്. അവർക്ക് ഭരണം ആരാന്നോ അല്ലെങ്കിൽ ഇതിനകത്ത് അവരെല്ലാം ഒന്നീ പങ്കാളികളാക്കുന്നു, അല്ലെങ്കിൽ അവർ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് അവരെ ട്രാപ്പ് ചെയ്യുന്നു. അപ്പം അങ്ങനത്തെ കാര്യങ്ങൾ വന്നിട്ട് അപ്പം ആ ഒരു ബേസ് കൂട്ടം അതിപ്പോഴും അവിടെ ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോഴും ജയകുമാർ സാറ് മറ്റേ ജയകൃഷ്ണൻ സാർ അവിടെ നമുക്ക് ഈ നെയ്വിളക്കിൻ്റെ ഒരു അഭിഷേകത്തിൻ്റെ ഒരു സാധനം പിടിച്ചതാണ്. 5 ലക്ഷം രൂപയാണ് ഒരു ദിവസം. 135 ദിവസം വരുമ്പോഴത്തേക്ക് ഏകദേശം എത്ര കോടി രൂപ വരുന്നതാണ്. അപ്പം അങ്ങനത്തേക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ ഉണ്ട്. ഇത് മൊത്തത്തിൽ ഒന്ന് ശുദ്ധീകരിക്കേണ്ട വളരെ അത്യാവശ്യമാണ്. അയ്യപ്പന്റെ ആ ഒരു സത്യം പറഞ്ഞാൽ ഇത് ഓരോന്ന് കേൾക്കുമ്പോൾ ഓരോ ദിവസം വാർത്ത കാണുമ്പോൾ ഈ പ്രഭാമണ്ഡപം അടിച്ചോണ്ട് പോയി കേട്ടപ്പോൾ നാട്ടിൽ നിന്ന് ഒരു ചേട്ടൻ വിളിച്ചു. പുള്ളി നമ്മുടെ ഈ അയ്യപ്പ വിഗ്രഹത്തിന്റെ തലയ്ക്ക് മുകളിലുണ്ടല്ലോ ഒരു ഓറ, ഒരു പ്രഭാമണ്ഡലം, അതാണോ എന്ന് വിചാരിച്ചു ചോദിച്ചു. അപ്പോൾ അദ്ദേഹം ചോദിച്ചത്, മോനെ അയ്യപ്പ വിഗ്രഹം അടിച്ചോണ്ട് പോയാണോ ചോദിച്ചു, പേടിച്ചിട്ട്. ആ സൗണ്ടിലെ വിറയൽ ഇപ്പോഴും ചെവിയിൽ എന്ന് പറഞ്ഞാൽ അതിനടുത്തവരെ എത്തി, അതിന് തൊട്ടടുത്തവരെ എത്തി മഹേഷ് പണിക്കർ. അതെ
തീർച്ചയായിട്ടും. കാര്യം ഈ പ്രഭാമണ്ഡലം എന്ന് പറയുന്ന കട്ട്ളയുടെ മേളിലുള്ളതാണ്. കട്ട്ളയുടെ മേളിലുള്ള ആ വർക്കാണ്. നമ്മുടെ ജയറാമിൻ്റെ ഒക്കെ വീട്ടിൽ ഈ വർക്ക് ഉൾപ്പെടെ അവർ വെച്ചിരിക്കുന്ന സാധനം നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇതൊരു സത്യം പറഞ്ഞാൽ വിശ്വാസപരമായിട്ടുള്ള വലിയ കൊള്ളയാണ്. കാര്യം ഇതിനകത്ത് സ്വർണം തന്നെ അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ഗൂഢ ലക്ഷ്യത്തോടെ ഇവർ സത്യം പറഞ്ഞാൽ ഇതിനെയൊക്കെ സംരക്ഷിക്കേണ്ട, ഇതിനെയൊക്കെ ഇത് ചെയ്യേണ്ട, അല്ലെ പൂജിക്കേണ്ട, അല്ലെ അവർക്കൊന്നും ഇതിനകത്ത് ഒരു ബന്ധവും ഇല്ലാത്ത രീതിയിലാണ്. സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് സ്വന്തം വീട്ടിൽ നിന്ന് സ്വന്തമായിട്ട് നമ്മൾ എടുക്കുന്ന പോലെയാണ് ഈ കാര്യങ്ങൾ കേൾക്കുന്നത്. അച്ഛനും അമ്മയോ അറിയാതെ, അല്ലെങ്കിൽ മക്കളെടുത്തു പോകുന്ന പോലെ, അല്ലെങ്കിൽ മക്കളറിയാതെ അച്ഛൻ എടുക്കുന്ന പോലെയൊക്കെയുള്ള ഒരു കാര്യങ്ങളാണ്. ഇതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സത്യം പറഞ്ഞാൽ വളരെ ദുഃഖമുണ്ട്. ഇതിനെ ഉറപ്പായിട്ടും അറുതി വരണം. അതിനകത്ത് ഇപ്പോൾ എന്ത് രീതിയിലാണ് മാധ്യമങ്ങൾ ഇത്രമാത്രം ഇതിൻ്റെ പുറകെ നിൽക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ ഇത്രയെങ്കിലും ഒരു രീതി നിൽക്കുന്നത്. അത് ഉറപ്പായിട്ടും അതിനകത്തൊരു മാധ്യമങ്ങളുടെയും ബഹുമാനപ്പെട്ട കോടതിയുടെയും SITയുടെയും ഇനി വേറെ എന്തെങ്കിലും അന്വേഷണം വരണേ അതും വരണം. കാര്യം അല്ലാതെ ഇത് രക്ഷയില്ല. കാര്യം നമുക്ക് ഒരു തരത്തിലും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. മറ്റേ ചെറിയ ഒരു കൊള്ളയോ ഒരു സംഭവമൊന്നും അല്ല ഇത്. ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി അവിടെ വന്നേ പിന്നെ തുടങ്ങിയിരിക്കുന്ന 2009 മുതൽ തുടങ്ങിയിരിക്കുന്ന സീരിയസ് ആയിട്ട് കുറേ കുറ്റകൃത്യങ്ങൾ, ഇതെല്ലാം ദേവതയുമായിട്ട് ബന്ധപ്പെട്ട, അല്ലെ ദേവത ആചാരമായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളാണ്. കോടിക്കണക്കിന് രൂപയ്ക്കാണ് ഇതോരൊന്നും വിറ്റിരിക്കുന്നത്. വാജിവാഹനം, അഷ്ടദിക്പാലകര്, കൊടിമരം പറയാനാണെങ്കിൽ ലിസ്റ്റ് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ 18-ാം പടി. അപ്പം ഇങ്ങനത്തെ ഒരു കാര്യങ്ങളൊന്നും ഒരിക്കലും ഇപ്പം നമ്മുടെ ക്ഷേത്രവുമായിട്ട് മെയിൻ ശ്രീകോവിലുമായിട്ടൊക്കെ ബന്ധപ്പെട്ട്, അതും ഇപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട 3-4 പ്രാവശ്യമായിട്ടാണ് ഇവർ എടുത്തിരിക്കുന്നത്. ഇതിനെല്ലാം അനുജ്ഞ വേണ്ടതാണ്, ഇതിനെല്ലാം തിരിച്ചു വെക്കുന്നതിന് ആചാരം വേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിനകത്ത് കള്ളത്തരം ഉണ്ടെന്ന് ഇവർക്ക് അറിഞ്ഞുകൊണ്ടല്ലേ ഇത് ചെയ്യുന്നത്. അറിയാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? ഇത് മറ്റ് സ്ഥലങ്ങൾ പോലെ അല്ലല്ലോ. ഇവർ ഉറപ്പായിട്ടും അറിഞ്ഞുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. അതിൻ്റെ വിഹിതം ഉറപ്പായിട്ടും അവർ കൈപ്പറ്റിയിട്ടുണ്ട്. അതിന് ദക്ഷിണയെന്നോ അല്ലെങ്കിൽ കൈക്കൂലിയെന്നോ അല്ലെങ്കിൽ പങ്കെന്നോ എന്ത് വേണേലും വിളിച്ചാലും ഇവരറിയാതെ ഈ കാര്യങ്ങളൊന്നും നടക്കത്തില്ല. അതിനകത്ത് പെട്ടിരിക്കുന്നവരെല്ലാം കാരാഗ്രഹത്തിൽ ചെല്ലണം. ചെന്നാൽ മാത്രമേ അയ്യപ്പന്റെ വിശ്വാസികൾക്ക് ഒരു ചെറിയ ആശ്വാസമെങ്കിലും കിട്ടും. നമ്മൾ ഈ കള്ളപ്പോറ്റിയെ പോറ്റി എന്ന് വിളിക്കുന്നത് ശരിയാണെന്നല്ല കാര്യം. ഈ പാവം പോറ്റുവാനുണ്ട് ഈ പറയുന്ന ക്ഷേത്രങ്ങളിൽ, ഈ പറയുന്ന പൂജ നടത്തി ജീവിക്കുന്ന സാധാരണക്കാരായ ആ ദിവസത്തെ അന്നത്തെ ഭക്ഷണം കഴിക്കുന്ന പാവം പോറ്റുവാനുണ്ട്. അവർക്ക് വിശ്വാസങ്ങളുണ്ട്. ഈ പോറ്റിക്കൊക്കെ വിശ്വാസമുണ്ടോ? ഈ അയ്യപ്പന്റെ സന്നിധാനത്ത് കയറി അവിടെ ശ്രീകോവിലിൽ കൈവെക്കാൻ കട്ടുപിടിക്കാൻ തോന്നുന്നു ഈ പോറ്റിക്ക് വിശ്വാസമുണ്ടോ? ഒരു വിശ്വാസവും ഇല്ലാന്ന്. ഇവർക്കൊന്നും ഒരു വിശ്വാസവും ഇല്ല. ഞാൻ ശ്രീ മഹേഷ് പണിക്കർ, ഞാൻ വസതിയിലേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നത് ഒരു വാക്കുകൾ. സോണിയാഗാന്ധിയുടെ കൂടെ നിന്നത് ഒന്ന്, ഇപ്പോൾ ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിയായി വന്നിട്ടുള്ള പോറ്റിയെ കയറ്റിയെന്ന് പറഞ്ഞില്ലേ, ആ പോറ്റി ആദ്യം കയറിയത് അവിടെയാണ്. കേട്ടില്ലേ? അപ്പോൾ പോറ്റി ഒറ്റക്ക് അവിടെ ചെല്ലുകയല്ല. പോറ്റി ഒരു ഭാഗത്ത്, പിന്നെ മറ്റൊരു ഭാഗത്ത് ഈ ഇപ്പോൾ അന്വേഷക സംഘം കണ്ടെത്തിയിട്ടുള്ള ഈ സ്വർണം വാങ്ങി എന്ന് പറയുന്ന വ്യാപാരി മറ്റൊരാൾ. ഇതെങ്ങനെയാണ് ഈ രണ്ടുപേരും കൂടി ഒന്നിച്ച് ഒരേ സമയം സോണിയാഗാന്ധിയെ പോലുള്ള അത്ര മാത്രം സുരക്ഷിതത്വമുള്ള ഒരു നേതാവിൻ്റെ അടുത്തെത്തുന്നത്? വസ്തുതരേഖ മുഖ്യമന്ത്രി പിണറായി വിജയൻ ചോദ്യം ആവർത്തിക്കുകയാണ്. ഒന്നുകൂടി കടുപ്പിച്ച് ഈ പറയുന്ന അവിടുന്ന് സ്വർണം അടിച്ചു മാറ്റിയ പോറ്റി, സ്വർണം വാങ്ങിയെന്ന് പറയപ്പെടുന്ന ഇയാൾ ഗോവർദ്ധൻ, ഇവരെല്ലാം കൂടെ ഒറ്റ ഫ്രെയിമിൽ, അതും സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത് എങ്ങനെയാണ് ചോദിക്കുകയാണ്. പോറ്റിയെ കേറ്റിയെ എന്ന പാട്ട് പാടുന്നവർ മനസ്സിലാക്കേണ്ടത് പോറ്റി ആദ്യം കയറിയത് സോണിയാഗാന്ധിയുടെ വീട്ടിലാണ് എന്നുകൂടി പറയുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ശ്രീ വസന്ത് ശ്രീയൊക്കെ ഇവിടെ നിങ്ങൾ ശബരിമല മുൻനിർത്തി നടന്ന പ്രക്ഷോഭങ്ങളുടെ മുനയൊടിക്കാൻ പോകുന്നതാണോ? നിങ്ങളെ കൂടി ഡിഫൻസിലാക്കുന്നതാണോ മുഖ്യമന്ത്രിയുടെ ആവർത്തിക്കുന്ന ചോദ്യം? ഇതിന് മറുപടി ഇല്ലെങ്കിൽ വസന്ത്. അല്ല, അത് മുഖ്യമന്ത്രി നിലയില്ലാ കയത്തിലേക്ക് മുങ്ങിത്താഴുമ്പോൾ അവസാനമായി നടത്തുന്ന നിലവിളി മാത്രമാണ് എന്ന് വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് മനസ്സിലാവും. നോക്കൂ, ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ, പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി എന്ന് പറയുന്നു. പോറ്റി സോണിയാഗാന്ധിയുടെ വീട്ടിൽ പോയി കോൺഗ്രസ് ഒരു തീരുമാനമെടുക്കുന്നു, നാളെ തൊട്ട് അവിടെ പോറ്റിയെ കയറ്റിയേക്കാം. അങ്ങനെ പോറ്റി അവിടെ കയറി കോൺഗ്രസ് ഭരിക്കുന്ന സമയത്ത് അവിടെ ആസനസ്ഥനായി. അതിനുശേഷം LDF ഗവൺമെന്റ് വരുന്നോടം വരെ കാത്തിരുന്ന് ഒടുക്കം കോൺഗ്രസ് അവിടെ നിയോഗിച്ച ഏജന്റുമാർ, ഏജന്റ് പി പത്മകുമാർ, ഏജന്റ് വി വാസു, ഏജന്റ് കെ ഫോർ കടകംപള്ളി, ഇങ്ങനെ 3 ഏജന്റുമാരെ ഉപയോഗിച്ചുകൊണ്ട് കോൺഗ്രസ് CPMനെ തച്ചു തകർക്കാൻ വേണ്ടി, CPM സർക്കാരിൻ്റെ യശസ് കളയാൻ വേണ്ടി നടത്തിയൊരു മൂവ്മെൻ്റാണ് ഇത് എന്നൊക്കെ പറഞ്ഞാൽ അത് അപ്പാടെ അങ്ങ് വിഴുങ്ങി, ഈ കിട്ടുന്ന ക്യാപ്സ്യൂൾ ഗുളിക എടുത്തിട്ട് വിഴുങ്ങിയിട്ട് വെള്ളം ഒഴിച്ച് കളയുമല്ലോ, അങ്ങനെ കളയാൻ മാത്രമുള്ള പാർട്ടി ക്ലാസ് ഒന്നും ഈ കേരള സംസ്ഥാനത്തെ എല്ലാവരും കൂടുന്നുണ്ട് എന്ന് മുഖ്യമന്ത്രി വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെയാണ്. നോക്കൂ, ഞങ്ങളുടെ ഏതെങ്കിലും നേതാക്കളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ആരോപണം ഉണ്ടെങ്കിൽ അതും അന്വേഷിക്കണം എന്ന് തന്നെയാണ് കോൺഗ്രസ് നിലപാട്. ആരെയും ചോദ്യം ചെയ്യാൻ SITക്ക് താല്പര്യമുണ്ടെങ്കിൽ നോട്ടീസ് കൊടുത്ത് വിളിപ്പിക്കണം. നോട്ടീസ് കൊടുക്കാതെ വിളിപ്പിക്കാൻ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. അത് SIT ചെയ്യുന്നുണ്ട്. കാര്യം അടൂർ പ്രകാശിനെ ചോദ്യം ചെയ്യാൻ തീരുമാനം അതുകൊണ്ടാണല്ലോ. നിങ്ങൾ രാഷ്ട്രീയം അവരോട് പറയണ്ടേ? ശ്രീ വസന്ത്, ഇവിടെ കേരളം ഇത്രയധികം ഞെട്ടിയ ഒരു കൊള്ള,
ആ കൊള്ളയുടെ അണിയറ ശില്പികൾ, അവരെങ്ങനെയാണ് സോണിയാഗാന്ധിയുടെ അടുത്തേക്ക് പോയത് എന്നുള്ളത് AICC മറുപടി പറഞ്ഞില്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാർ രാഷ്ട്രീയമായി മറുപടി പറയണ്ടേ കൃത്യമായി? അതല്ലാതെ അന്വേഷിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ മറുപടി അല്ലല്ലോ, രാഷ്ട്രീയ മറുപടി അല്ലത് വസ്തുത. അല്ല, അതിന്റെ പൊളിറ്റിക്കൽ മറുപടിയാണ് ഞാൻ പറഞ്ഞു വന്നത്. സോണിയാഗാന്ധിക്കോ അടൂർ പ്രകാശിനെതിരെ IPC 420 ഉണ്ടോ, 466 ഉണ്ടോ? ഈ 420, 466ഉം 120B ഒക്കെ ഇട്ട് ഉള്ളിലിട്ടിരിക്കുന്ന രണ്ടുപേരെയാണ് പ്രധാനപ്പെട്ടത്. ഒന്ന് കുടക്കുള ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും CPMന്റെ LC മെമ്പറുമായിരുന്ന N വാസു. രണ്ട്, അതേ ജില്ലയിൽ തന്നെയുള്ള മുൻ MLA കൂടിയായിട്ടുള്ള പത്മകുമാർ. ഞങ്ങളുടെ ഒരു ബൂത്ത് ലെവൽ മെമ്പറിനെ പോലും ചോദ്യം ചെയ്യിപ്പിക്കാൻ പോലും ഇതുവരെ വിളിക്കാൻ SITക്ക് സാധിച്ചിട്ടില്ല എന്നത് കൂടി കൂട്ടി വായിക്കണ്ടേ? അതുമായി ബന്ധപ്പെട്ട് പോറ്റി ആ സമയത്ത് ശബരിമലയിലെ കീഴ്ശാന്തിയാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾക്ക് സ്വാഭാവികമായും സ്ഥലം MLA കണ്ട്, സ്ഥലം MP കണ്ട് സോണിയാഗാന്ധിയെ കാണണമെന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചാൽ ശബരിമലയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും ഒരു വിശ്വാസ സംബന്ധിയായ ബഹുമാനം സ്വാഭാവികമായി എല്ലായിടത്തു നിന്നും കിട്ടും. നോക്കൂ, ഇപ്പൊ അങ്ങ് തന്നെ അങ്ങയുടെ ഇൻട്രോയിൽ പറഞ്ഞ ഒരു കൊള്ള സംഘത്തിന്റെ കഥയുണ്ട്. നോക്കൂ, ആ കൊള്ള സംഘം എപ്പോഴാണ്, ഈ കുറുവാ സംഘം എപ്പോഴാണ് കൊള്ള നടത്തുന്നത്? അവർ കൊള്ള നടത്തുന്നത് ആദ്യം അവർ വന്ന് നാട്ടിലൊക്കെ സ്വൈര്യവികാരം നടത്തും. ആ സമയത്ത് നമുക്ക് മനസ്സിലാവില്ല ഇവർ കൊള്ളക്കാരാണെന്ന്. അവർ സാധാ നാട്ടുകാരോ അപ്പുറത്ത് തമിഴ്നാട്ടിൽ നിന്ന് ഇവിടെ ഉപജീവനത്തിന് വന്നവരാണോ എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കും. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അവരുമായി ഇടപഴകും. പക്ഷേ നമ്മളെല്ലാം വീട് അടച്ചിരിക്കുന്ന സമയത്താണ് വീട് തല്ലിപ്പൊളിച്ച് ഇവർ ഉള്ളിൽ കയറി കൊള്ള നടത്തുന്നത്. നോക്കൂ, 2019 സമയം അല്ലെങ്കിൽ 2020 സമയം എന്ന് പറയുന്നത് കോവിഡിന്റെ സമയത്ത് ഞാനും ഹാഷ്മിയും വീടടച്ച് ഉള്ളിയിരിക്കുന്ന സമയമാണ്. ആ സമയത്താണ് ഈ സർക്കാർ 3 പ്രധാനപ്പെട്ട കൊള്ള നടത്തിയത്. ഒന്ന്, അതേ സമയത്താണ് ഒരു ഈച്ച പോലും ഈ കോവിഡ് ലോക്ക്ഡൌണിന്റെ സമയത്ത് വെളിയിൽ പോകാത്ത സമയത്ത് വയനാടിൽ നിന്ന് ടൺ കണക്കിന് മരം മുറിച്ച് എറണാകുളത്ത് എത്തിച്ചത്. അതേ സമയത്താണ് കോവിഡ് PP കിറ്റ് മേടിച്ച് കൊള്ള നടത്തിയത്. അതേ സമയത്താണ് ശബരിമലയിൽ നിന്ന് കൊള്ള നടന്നത്. അതായത് അങ്ങ് സൂചിപ്പിച്ച ഇൻട്രോ അച്ചിട്ടാണ്. എങ്ങനെയാണോ കുറുവാ സംഘം കൊള്ള നടത്തുന്നത്, കുറുവാ സംഘം ഈ സംഘത്തെ അപേക്ഷിച്ച് പാവങ്ങളാണ്. കാരണം എന്താ അറിയോ? അടിച്ചോണ്ട് പോയെന്നോ? അല്ല, കുറുവാ സംഘം ഈ സംഘങ്ങളെ അപേക്ഷിച്ച് പാവങ്ങളാണ്. കാരണം എന്താ അറിയോ? ഈ കുറുവാ സംഘം അവരുടെ ഗ്രാമത്തിൽ കൊള്ള നടത്താറില്ല. കുറുവാ സംഘം കയറുന്ന ഒരു വീട്ടിൽ പ്രായമുള്ള വീട്ടുകാർ മാത്രമാണെങ്കിൽ ആ വീട്ടിൽ അവർ കൊള്ള നടത്താറില്ല. കൊള്ളയിൽ അവർ നൈതികത കാണിക്കാറുണ്ട്. ഈ കൊള്ളക്കൂട്ടം കുറുവാ സംഘത്തെക്കാൾ മ്ലേച്ഛമാണ് വസന്ത്. ഞാൻ അങ്ങനെയൊക്കെ എത്താം. ശ്രീ സുരേഷ് കുമാർ, ഇവിടെ രാശിപ്പാളികൾ, ദശാവതാരപ്പാളികൾ, വ്യാളീരൂപം, ശിവരൂപം, പ്രഭാമണ്ഡപം എന്നു വേണ്ട കൊള്ളയുടെ വ്യാപ്തി പേടിപ്പിക്കുന്ന രീതിയിൽ പുറത്തേക്ക് വരികയാണ്. 1ാം പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായ കൊള്ളയാണ്. അതിൻ്റെ തുടർച്ചയ്ക്ക് ശ്രമമുണ്ടായി PS പ്രശാന്തിൻ്റെ ബോർഡിൻ്റെ ഒത്താശയോടെ. ഞാനല്ല, കോടതി പറഞ്ഞതാണ്. എന്ത് അടൂർ പ്രകാശ് എന്ന് എങ്ങോട്ട് വിരൽ ചൂണ്ടിയാലും ഈ കൊള്ളയുടെ പൊളിറ്റിക്കൽ റെസ്പോൺസിബിലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടൽ നിങ്ങൾക്ക് സാധ്യമാണോ? എത്ര വീട് കയറി എന്ത് വിശദീകരിച്ചാലും. ശ്രീ സുരേഷ് കുമാർ. അല്ല, നോക്കൂ, ഇവിടെ നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച്, റെസ്പോൺസിബിലിറ്റിയെ സംബന്ധിച്ച് CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ വളരെ കൃത്യമായി ഈ കേസിൻ്റെ ആദ്യ ദിനം മുതൽ കൃത്യമായി പറയുകയാണ്. അതിനകത്ത് യാതൊരുവിധ സംശയത്തിനും ഇടവരാത്ത വിധമാണ് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വിശദീകരിച്ച് മാധ്യമപ്രവർത്തകരായിട്ടുള്ള ഓരോ ആളുകളുടെയും ചോദ്യത്തിന് അക്കമിട്ട് നിരത്തി മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് പലപ്പോഴും പ്രതിസ്ഥാനത്ത് നിർത്തുന്നത് മാധ്യമപ്രവർത്തകരിൽ ചിലരാളുകളെങ്കിലും സെലക്റ്റീവ് ആവുകയാണ്. ഇവിടെ ഇപ്പോൾ ബഹുമാനപ്പെട്ട കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു, അദ്ദേഹം CPIMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗത്തിനെയും CPIM പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗത്തെയും സംബന്ധിച്ച് പരാമർശിക്കുമ്പോൾ ഞാൻ ഒരു മറുചോദ്യം ചോദിക്കട്ടെ. എന്തിനാണ് ഒരു MPയുടെയും MLAയുടെയും UPA ചെയർമാൻ്റെയും സാന്നിധ്യം ഇവിടെ ലഘൂകരിച്ച് കാണുന്നത്? അതും അതേ രൂപത്തിൽ, അതേ ഗൗരവത്തിൽ കാണേണ്ടുന്നൊരു കാര്യമല്ലേ? നമ്മൾ പലപ്പോഴും സെലക്റ്റീവ് ആകുന്നത് ഇക്കാര്യത്തിലാണ്. ഈ CPMൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗം അതിനകത്ത് പെട്ടിട്ടുണ്ട് എന്നുള്ളത് ഞങ്ങൾ തുറന്ന് സമ്മതിക്കുകയാണ്. പക്ഷേ പാർലമെൻറ്റ് അംഗത്തോട് നിങ്ങൾ എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റിൻ്റെ സാന്നിധ്യത്തിൽ സോണിയാഗാന്ധിയെ കണ്ടത്? ഈ സ്വർണം അവിടെ നിന്ന് കട്ടെടുത്തെന്ന് ഇപ്പോൾ പറയുന്നയാളും വിൽക്കപ്പെട്ടു വാങ്ങിയ ആളും അവരുടെ രണ്ടുപേരുടെയും സാന്നിധ്യത്തിൽ ഈ കേസുമായി ഏതെങ്കിലും രൂപത്തിലുള്ള പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള ബന്ധമുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തത വരുന്നതിന് മുമ്പേ ചോദിക്കുന്ന മാധ്യമപ്രവർത്തകരോട് തട്ടിക്കയറിയിട്ട് പോലും അതേ ഗൗരവത്തിൽ നമുക്ക് ആ കാര്യം ചർച്ച ചെയ്യാനോ വിശദമാക്കാനോ കഴിയാതെ വരുന്നത് എന്തുകൊണ്ടാണ്? അവിടെയാണ് ഞങ്ങൾ പറയുന്നത് സെലക്റ്റീവ് ആകുന്നു എന്നുള്ളത്. അതിന് നിങ്ങളിത് എന്തു പറഞ്ഞാലും ശരി, കോൺഗ്രസിൻ്റെ പ്രതിനിധിയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവായിട്ടുള്ള ശ്രീ KC വേണുഗോപാലും കേരളത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമൊക്കെ എന്ത് അഴകുഴമ്പൻ ന്യായം പറഞ്ഞാലും ശരി, അതിനും മറുപടി പറയാൻ നിങ്ങൾക്ക് കേരള സമൂഹത്തോട് മറുപടി പറയാനുള്ള ധാർമ്മികമായിട്ടുള്ള ഉത്തരവാദിത്വമുണ്ട്. അത് മറുപടി പറഞ്ഞേ പോകൂ, മറുപടി പറഞ്ഞേ പറ്റൂ.
അല്ലാതെ ഒരു ഇഞ്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയില്ല. പിന്നെ കുറുവാ സംഘത്തെ സംബന്ധിച്ച് പറഞ്ഞു. അതിനു മുൻപും ചില കുറുവാ സംഘങ്ങളുണ്ടായിരുന്നു. രാമൻ നായരുടെ കാലത്തെ കുറുവാ സംഘമാണ് ശർക്കര കുംഭകോണം നടത്തിയത്. ശാസ്താ ക്ഷേത്രത്തിൽ നിന്ന് 4.5 കിലോ സ്വർണം അടിച്ചു മാറ്റിയത്. അതുപോലെ തന്നെ മന്ത്രിയും അദ്ദേഹത്തിൻ്റെ സഹോദരനും ആ ക്ഷേത്രം ഭരിച്ചിരുന്ന ഒരു കാലയളവുണ്ടല്ലോ. എന്തെല്ലാം അഴിമതിയാണ് ആ കാലയളവിലുണ്ടായത്. അഴിമതിയൊന്നും കേരളത്തിന്റെ പൊതുസമൂഹം അയ്യപ്പനെ തൊട്ടോ അവര് ഒരു ഈ പറഞ്ഞ പാത്രം നടത്തിയാലും അന്നദാനത്തിൽ പറഞ്ഞാലും എല്ലാം തെറ്റാണ്, കുറ്റമാണ്. അയ്യപ്പനെ തൊടാനുള്ള ധൈര്യം അവർ കാണിച്ചോ? അയ്യപ്പനെ തൊടാനുള്ള ധാർഷ്ട്യം അവർ കാണിച്ചോ? ഈ സംഘം ചെയ്തെന്താണ്? ഈ സംഘം ശ്രീകോവിലിൽ കൈവച്ചു. ഈ സംഘം ശ്രീകോവിലിന്റെ ഓരോ ഇഞ്ചിലും കൈവച്ചു. സുരേഷ് കുമാർ, അതിന് സമാനതകളില്ല, അതിന് താരതമ്യങ്ങളില്ല. കോടിക്കണക്കിനായ വിശ്വാസികൾ, ആരാധകർ വന്ന് കൈകൂപ്പി ഹൃദയമുരുകി പ്രാർത്ഥിക്കുന്ന ആ ശ്രീകോവിൽ ഓരോ ഇഞ്ചിലും ഈ കൊള്ളസംഘം കൈവച്ചു. സുരേഷ് കുമാർ, താരതമ്യങ്ങളില്ല. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ആ കൈവച്ചവർ ആരായിരുന്നാലും ശരി, അവർക്ക് തക്കതായിട്ടുള്ള ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളിലും CPM-ഉം കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരും മുൻപന്തിയിലുണ്ടാകും. അതിലൊരു തർക്കവും വേണ്ട. അതിൽ നമ്മൾ സെലക്റ്റീവ് ആകരുത്. ഈ കൈവച്ച ആളുകളുടെ ബന്ധത്തെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഇങ്ങോട്ട് ആ കളി വേണ്ട, അവിടെ മാത്രം അന്വേഷണം നിന്നാൽ മതി, എൻക്വയറി ഇന്ന സ്ഥലത്ത് മാത്രം നിന്നാൽ മതി എന്ന് നമ്മളാരും തിട്ടൂരം പ്രഖ്യാപിക്കേണ്ടുന്ന കാര്യമില്ല. അന്വേഷണം എന്ന് പറയുന്നത് അത് സമഗ്രമായിരിക്കും. അവർക്കാർക്കൊക്കെ ബന്ധമുണ്ട്, ആരുമായിട്ടൊക്കെ അവർ ചങ്ങാത്തം കൂടിയിട്ടുണ്ട്, അവരുടെ ചങ്ങാത്തം, ഞാൻ മുൻവിധിയിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ ചങ്ങാത്തത്തിൻ്റെ മോട്ടീവ് എന്തായിരുന്നു എന്നതിനെ സംബന്ധിച്ചുള്ള വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കുമ്പോൾ എന്തിനാണ് ചില ആളുകൾ ഹാലിളക്കം നടത്തുന്നത്? നിങ്ങളിന്ന് പ്രധാനപ്പെട്ട 2 വാർത്താ സമ്മേളനം കണ്ടല്ലോ. ആ 2 വാർത്താ സമ്മേളനങ്ങൾക്കകത്ത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി വളരെ ക്രിസ്റ്റൽ ക്ലിയറായി പറഞ്ഞു, അന്വേഷണത്തെ സംബന്ധിച്ച്, അതിൻ്റെ മറ്റു നാൾ വഴിയെ സംബന്ധിച്ച് യാതൊരു വിധത്തിലുള്ള സങ്കോചവും കേരളത്തിലെ സർക്കാരിനില്ല. മറുഭാഗത്ത് നിങ്ങൾ നോക്കൂ, KC വേണുഗോപാൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ദേശീയ നേതാവാണ്, ബഹുമാന്യനാണ്. അദ്ദേഹം പറഞ്ഞത് എന്താണ്? അദ്ദേഹത്തിൻ്റെ ഐക്യജനാധിപത്യ മുന്നണിയുടെ കൺവീനർ പാർലമെൻറ്റ് അംഗത്തിനെതിരായിട്ടുള്ള ഒരു പരാമർശമുണ്ടായപ്പോൾ തന്നെ ചോദ്യം ചെയ്യാൻ വേണ്ടി വിളിക്കുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഇത്ര ഹാലിളക്കം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ അന്വേഷണത്തെ സമചിത്തതയോടുകൂടി സോണിയാഗാന്ധിക്ക് പങ്കുണ്ടെങ്കിൽ, ഈ പറയുന്ന നാട് ഞെട്ടിയ ക്ഷേത്രക്കൊള്ളയിൽ സോണിയാഗാന്ധിക്ക് പങ്കെന്ന് എസ്റ്റേറ്റ് കണ്ടെത്തുകയാണെങ്കിൽ അറസ്റ്റ് ചെയ്തുകൊണ്ട് വരട്ടെ, ഒരു തർക്കം അക്കാര്യത്തിലില്ല. അടൂർ പ്രകാശിന് പങ്കെങ്കിൽ, ആന്റോ ആന്റണിക്ക് പങ്കെങ്കിൽ, പങ്കുള്ള ആരെയും വെറുതെ വിടണ്ട. സുരേഷ് കുമാർ, പക്ഷേ അത് ഇനി നടക്കാതിരുന്ന അന്വേഷണമാണ്, നടക്കട്ടെ. പക്ഷേ ഇവിടെ CPM-മായി നേർക്കുന്നവർ ബന്ധമുള്ള 3 പേരാണ്. എൻ വാസു LC മെമ്പറായിരുന്നു, പഞ്ചായത്ത് പ്രസിഡന്റാണ്, PK ഗുരുദാസിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആളാണ്. പത്മകുമാർ പത്തനംതിട്ടയിലെ പാർട്ടി മുഖമാണ്, കോന്നി MLA ആയിരുന്ന ആളാണ്, ജില്ലാ കമ്മിറ്റി അംഗമാണ്. ഇന്നലെ കീഴടങ്ങി വിജയകുമാർ, ഞാൻ മനസ്സിലാക്കി തിരുവല്ലം ലോക്കൽ കമ്മിറ്റി അംഗമാണ്, എംപ്ലോയീസ് അസോസിയേഷൻ മുൻ പ്രസിഡന്റ് ആയിരുന്ന ആളാണ്. CPM-മായി നേർക്കുന്നവർ ബന്ധമുള്ള 3 പേർ ഈ മാരക കൊള്ളയിൽപ്പെട്ട് അകത്ത് കിടക്കുകയാണ്, ജാമ്യം നിഷേധിക്കപ്പെട്ട്. ഒരു പേരിന് നടപടിയെടുത്തിട്ട് പറഞ്ഞാൽ മര്യാദയുണ്ട്. പേരിന് ഒരു നടപടി ഇതുവരെ നിങ്ങൾ എടുത്തിട്ടില്ല. ഈ പറയുന്ന വിദണ്ഡ ന്യായങ്ങൾ പറയുന്നതല്ലാതെ. സുരേഷ് കുമാർ, ഞാൻ അതിലേക്ക് വരാം. കൃത്യമായി അതിന് മറുപടി പറയാം. നോക്കൂ, പേമ ഖണ്ഡു അരുണാചൽ പ്രദേശിൻ്റെ മുഖ്യമന്ത്രിയാണ്. അദ്ദേഹം BJP-യിലേക്ക് പോകാനിടയായ രാഷ്ട്രീയ സാഹചര്യം എന്താണെന്നറിയാമോ? ബഹുമാനപ്പെട്ട UP-യുടെ ചെയർപേഴ്സൺ ആയിരുന്ന കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള സോണിയാഗാന്ധി അദ്ദേഹത്തിനെ കാണുന്നതിന് വിലക്കേർപ്പെടുത്തിയത് കൊണ്ടാണ്. കേരളത്തിലെ ഏറ്റവും തലമുതിർന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള അങ്ങ് ആദ്യ റൗണ്ടിൽ പറഞ്ഞു പൂർത്തിയാക്കി. ആദ്യ റൗണ്ടിൽ സോണിയാഗാന്ധിയുടെയും അടൂർ പ്രകാശിന്റെയും ആന്റോയുടെ കാര്യമൊക്കെ പറഞ്ഞു. നമ്മളത് എന്താണ് അത് വൈൻഡപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഇവർക്ക് പങ്കുണ്ടെങ്കിൽ അകത്തിരട്ടെ, ഒരു തർക്കക്കാര്യത്തില്ല. ഇവർക്ക് പങ്കുണ്ടെങ്കിൽ പിടിച്ചകത്തിരട്ടെ, ഒരു തർക്കക്കാര്യത്തിൽ വേണ്ട. അയ്യപ്പനെ തൊട്ട ഒരുത്തരം പുറത്തേക്ക് അകത്ത് പോകണം. അകത്ത് കിടക്കുന്ന 3 പേർക്കെതിരെ നിങ്ങൾ പേര് നടപടി എടുക്കണ്ടേ സുരേഷ് കുമാർ? പേരിന് പുറത്താക്കണ്ട. ഒരു ടോക്കൺ എന്നുള്ള നിലയ്ക്ക് ഒരു തരം താഴ്ത്തലുണ്ടായോ? എന്തെങ്കിലും നടപടി ഉണ്ടായോ? ആ ഗൗരവത്തിൽ മാധ്യമ നിഗമനങ്ങളുടെ അടിസ്ഥാനത്തിലല്ല ഒരിക്കലും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംഘടനാ നടപടികൾ ഉണ്ടാകുന്നത്. അവർക്ക് ഇക്കാര്യത്തിൽ അവരുടെ പങ്ക് പരിശോധിച്ചതിന് ശേഷം അവരുടെ ഇൻവോൾവ്മെന്റ് എന്താണ്? ഇവർക്ക് കൂട്ടുനിന്നതാണോ? ഈ കൊള്ളയിൽ നേരിട്ട് പങ്കുണ്ടോ? അല്ലെങ്കിൽ അവരിലുണ്ടായത് നെഗ്ലിജൻസ് ആണോ? ഇതിനെ സംബന്ധിച്ച് കുറ്റപത്രത്തിൽ വ്യക്തമാക്കപ്പെടും. ഹാഷ്മി ഉൾപ്പെടെയുള്ള ആളുകൾ ധീരമായ നടപടികൾ എടുക്കാനും അതിനെ ആർജവത്തോടുകൂടി നേരിടാനും കരുത്തുള്ള പ്രസ്ഥാനമാണ് CPM എന്ന് CPM-നെ പുകഴ്ത്തി പറയുന്ന കാലം അതിവിദൂരമല്ല എന്ന് മാത്രമേ ആ കാലത്തോടെ നമ്മൾ കാത്തിരിക്കുകയാണ്. സുരേഷ് കുമാർ, ഇവിടെ നോക്കൂ, സ്വർണം കൊണ്ടുപോയി പൂശുന്നത് എന്ന് പച്ചമഷിൽ എഴുതി ചേർത്തു എന്നാണ് പത്മകുമാറിനെതിരായ പ്രധാന ആരോപണം കണ്ടെത്തുന്നതാണ് പറയുന്നത്. തങ്ങൾ ഒപ്പിട്ട മിനിറ്റ്സിൽ അങ്ങനെ ഒരു പരാമർശം ഉണ്ടായിരുന്നേ ഇല്ല എന്നാണ് വിജയകുമാറിന്റെയും ശങ്കർദാസിന്റെയും ആദ്യ മൊഴി. വിജയകുമാർ രണ്ടാമത് പറയുന്ന സഖാവ് എന്ത് പറഞ്ഞു? ഞങ്ങൾ ഒന്നും നോക്കാതെ ഒപ്പിട്ട് കൊടുത്തു. ദ്വാരപാലകരമായി ബന്ധപ്പെട്ട കേസിലും പത്മകുമാറിന്റെ സമാന ഇടപെടൽ കണ്ടെത്തലുണ്ട്. മിനിറ്റ്സിലൂടെ വായ്പ കാണിക്കൽ,
പോറ്റി പത്മകുമാർ സാമ്പത്തിക ഇടപാട് രേഖകൾ കണ്ടെത്തിയെന്ന് പറയപ്പെടുന്നുണ്ട്. പോട്ടെ, ഇനി കൊള്ളയിൽ പത്മകുമാറിന് പങ്കില്ല എന്ന് തന്നെ വെക്ക്. അയാളുടെ മൂക്കിന്റെ കീഴിൽ നടന്ന ഇത്രയും വലിയ മാരക കൊള്ളയ്ക്ക് ഉത്തരവാദിത്തം എന്ന നിലയ്ക്കെങ്കിലും ഒരു താൽക്കാലിക നടപടിക്ക് നിങ്ങൾക്ക് പേടി എന്തിനാ സുരേഷ് കുമാർ? അല്ല, റിമാൻഡ് റിപ്പോർട്ടിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, FIRൽ പരാമർശിച്ചിരിക്കുന്ന കാര്യങ്ങൾക്കപ്പുറത്തേക്ക് കുറ്റപത്രത്തിലെ അവരുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ വ്യക്തമായിട്ടല്ലേ പറയുന്നത്. അവരുടെ ഇൻവോൾവ്മെൻറ്റ് എന്താണെന്നുള്ളത് പുറത്ത് വരട്ടെ. വന്നതിന് ശേഷം നമുക്ക് ഈ കാര്യത്തെ സംബന്ധിച്ച് കൃത്യതയോടുകൂടി ചർച്ച ചെയ്യാം. ഞങ്ങളുടെ നടപടി എന്ന് പറയുന്നത് സ്ഥായിയായ നടപടിയായിരിക്കും. അത് അവധാനതയോടുകൂടി മാത്രമേ എടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഓമനക്കുട്ടൻ്റെയൊക്കെ കാര്യം നമ്മുടെ മുമ്പിലുണ്ടല്ലോ. മാധ്യമങ്ങൾ അതിനുശേഷം ഒരു വാക്കുപോലും, ഞങ്ങൾക്ക് പിശക് പറ്റിപ്പോ എന്നൊരു വാക്കുപോലും ഒരു സ്കോൾ ന്യൂസിലൂടെ എഴുതി കാണിക്കാൻ തയ്യാറായവരല്ല. ഓമനക്കുട്ടൻ്റെ കാര്യം നമുക്കറിയാം. അത് നമുക്ക് നിൽക്കുമ്പോഴാണ് എന്ത് താരതമ്യമാണ് സുരേഷ് കുമാർ അത്? ഹാഷ്മി, അല്ലല്ല, താരതമ്യമല്ല. അങ്ങനെ ഉണ്ടായ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് പിശക് പറ്റിയെന്ന് കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഒരു വരി സ്ക്രോൾ ന്യൂസിലൂടെ എഴുതി കാണിക്കാൻ തയ്യാറായോ? ഓമനക്കുട്ട മാപ്പെന്ന് പറഞ്ഞ് ഒരു വരി എഴുതി കാണിക്കാൻ തയ്യാറായോ? തയ്യാറായിട്ടില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇതിനകത്ത് അവധാനതയുടെ പ്രശ്നമുണ്ട്. അതവിടെ നിന്നോട്ടെ. രണ്ടാമത്തെ കാര്യം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ സംഘടനാ നടപടി എന്ന് പറയുന്നത് ബന്ധമറ്റുപോകുന്ന നടപടിയാണ്. ആ നടപടി എടുക്കുമ്പോൾ CPMന് ചില കാര്യങ്ങൾ ചിന്തിച്ച് മാത്രമേ മുന്നോട്ട് പോകാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഈ പറയുന്ന എന്താണ് ഇപ്പോ ആത്യന്തികമായി പുറത്താക്കൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കൽ എന്നതല്ലല്ലോ ഫൈനൽ നടപടി. നിങ്ങൾക്ക് തരം താഴ്ത്തി ഇത് ഈ കേസിൽ കുറ്റമുക്തനാവുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമാകുമ്പോൾ തിരികെ ജില്ലാ കമ്മിറ്റിയിൽ കൊണ്ടുവരാം, നിങ്ങൾക്ക് വീണ്ടും MLA ആക്കാം. ഇത് ഒരു ചുക്കും നിങ്ങൾ ചെയ്യില്ല, നിങ്ങൾ ഒന്നും ചെയ്യില്ല സുരേഷ് കുമാർ. ഒരു വരി രാഹുൽ മാങ്കൂട്ടത്തിലിനെ തിരുവനന്തപുരത്ത് നിന്ന് പുറത്താക്കി ഇവിടെ നിന്ന് യാത്ര ചെയ്ത് പാലക്കാട്ടെത്തുമ്പോൾ തോളിലെടുത്ത് നൃത്തം ചെയ്യുന്ന DCCയുടെ സമുന്നതന്മാരായ നേതാക്കന്മാരെ നമ്മൾ കണ്ടു. ആ സംഘടനാ നടപടിയല്ല CPM നടത്തുന്നത് എന്നുള്ളത് എനിക്കും അറിയാം, ഹാഷ്മിക്കും അറിയാം, നമ്മളെ കാണുന്ന പ്രേക്ഷകർക്കും അറിയാം. അതാണ് CPMൻ്റെ സംഘടനാപരമായ കരുത്ത്. അത് അവധാനതയോടുകൂടി മാത്രമേ ആ രൂപത്തിൽ അവരുടെ മേലുള്ള കുറ്റം തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ സംഘടനാ നടപടി എന്ന് പറയുന്നത് അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ബന്ധമറ്റ നടപടിയായിരിക്കും കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൈക്കൊള്ളുന്നത്. ആരുടെ മേലിലായിരുന്നാലും ശരി. പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറയുന്ന ന്യായമാണ്. പക്ഷേ ആ ന്യായം ഇത് കേരളത്തിലെ ജനസാമാന്യത്തിന്, കോടിക്കണക്കിനായ പാർട്ടിക്കാരടക്കമുള്ള ഭക്തർക്ക് മനസ്സിലാവുന്ന ന്യായമല്ല എന്ന് അങ്ങേക്കും അറിയാം. എന്നിട്ട് 3 പേർ അകത്ത് കിടക്കുകയാണ്, ഒരു നടപടിയില്ല. ഇതുവരെ കേസുമായി നേർക്കുന്ന ബന്ധമില്ലാത്ത അടൂർ പ്രകാശിലേക്കും സോണിയാഗാന്ധിയിലേക്കും വിരൽ ചൂണ്ടൽ മൗഢ്യമാണ് എന്ന് അങ്ങേക്ക് ബോധ്യമുണ്ടെന്ന് എനിക്കറിയാം. പോട്ടെ, വിട്ടേക്കൂ. ആർ വി ബാബു, ഇവിടെ പ്രശ്നം എന്താണെന്ന് അറിയാം. ഇവിടെ നമ്മൾ ഈ രാഷ്ട്രീയ തർക്കത്തിലേക്ക് പോകുമ്പോൾ പ്രശ്നം എന്താണ്? നമ്മുടെ പ്രധാന മെയിൻ വിഷയത്തിൽ നമ്മുടെ ഫോക്കസ് മാറിപ്പോവാണ്. ഇപ്പം ഇന്ന് ഈ കൊള്ളയുടെ ഇത്രയും മാരകമായ വ്യാപ്തി പുറത്തേക്ക് വരാൻ കാരണമായ റിമാൻഡ് റിപ്പോർട്ട് എന്തിനായിരുന്നു? ഈ പറയുന്ന ആരാണ്, പോറ്റി, പങ്കജ് ഭണ്ഡാരി, ആ റൊദ്ദൻ ജ്വല്ലറിയിലെ ഗോവർദ്ധൻ, 3 പേരെ ഒരുമിച്ച് തിരിച്ച് ചോദ്യം ചെയ്യണം. എന്തിനാണ്? അവിടുന്ന് അടിച്ചുകൊണ്ട് പോയി സ്വർണം കണ്ടുപിടിക്കാൻ. ആർ വി ബാബു, എന്താണ്, ശബരിമല പോലെ കേരളത്തിലെ ഏറ്റവും വലിയൊരു മഹാക്ഷേത്രത്തിൽ നിന്ന് 2019 അടിച്ചുകൊണ്ട് പോയ സ്വർണ്ണം എവിടെയാണെന്ന് ഇപ്പോഴും എസ്ഐറ്റിക്ക് അറിഞ്ഞുകൂടാ. അത് അന്വേഷണത്തിന്റെ ഭാഗമായി കണ്ടെത്തുക മാത്രമല്ല പ്രധാനം, ഇവിടുത്തെ വിശ്വാസിക്കത് പ്രധാനമാണ്. അത് തിരികെ കൊണ്ടുവന്ന് അവിടെ വെക്കുക എന്ന് പറയുന്നത്, അതിലേക്ക് ഒരു ചുക്കും ഇതുവരെ ഉണ്ടായിട്ടില്ല. ആർ വി ബാബു, ഹാഷ്മി, ഈ വിഷയത്തിൽ ഈ CPM ഉൾപ്പെടുന്ന പ്രതികളുടെ ആത്മവിശ്വാസം അപാരമായൊരു ആത്മവിശ്വാസമാണ്. ആ ആത്മവിശ്വാസം തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസമല്ല, ഈ തെറ്റ് കണ്ടുപിടിക്കില്ല എന്നുള്ളതിൻ്റെ ആത്മവിശ്വാസമാണ്. ഈ കൊള്ള കണ്ടുപിടിക്കില്ല, ഏത് SIT അല്ല, ഏത് ഹൈക്കോടതിയല്ല, ആര് വന്നാലും കണ്ടുപിടിക്കാൻ സാധ്യമല്ല എന്നുള്ളൊരു കണ്ടുപിടിക്കില്ല എന്നല്ല, തെളിയിക്കാൻ സാധ്യമല്ല എന്നുള്ള ആത്മവിശ്വാസം. ഇപ്പോൾ ഹാഷ്മിക്ക് അറിയില്ലേ, അതായത് ഗോവർദ്ധൻ്റെ ജ്വല്ലറിയിൽ നിന്ന് 414 ഗ്രാം സ്വർണ്ണോ മറ്റോ 484 ഗ്രാമോ മറ്റോ സ്വർണം അവിടെ നിന്ന് കൊണ്ടുവന്നു. സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്നും അതേപോലെ 800 ചില്ലാൻ ഗ്രാം സ്വർണം കൊണ്ടുവന്നു. ഈ സ്വർണം തന്നെയാണ് ആ പാളിയിൽ ഉപയോഗിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ച് വല്ല തെളിവുണ്ടോ? ഈ സ്വർണം തന്നെയാണ് ആ സ്വർണം എന്നുള്ളതിനെ തെളിയിക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് കഴിയുമോ? തൊണ്ടി മുതൽ എവിടെയാണ് കിലോ കണക്കിന് സ്വർണം എവിടെയാണ്? അറിയാവോ, ഏറ്റവും ഒടുവിൽ പറയുന്ന റിമാൻഡ് റിപ്പോർട്ടിൽ ആ സ്വർണം അല്ലെന്ന് തന്നെ പറയാ. എന്ന് പറഞ്ഞാൽ ഈ തത്തുല്യമായ സ്വർണം കൊടുത്തു, പക്ഷെ അത് ശബരിമല സ്വർണ്ണം അല്ല. മറ്റേ ശാസ്ത്രീയ പരിശോധന VSSൽ കൊടുത്ത പരിശോധനാ ഫലം വരണം. പരിശോധനാ ഫലം വരുമ്പോൾ ഈ കളിമൊത്തം മാറും. ആ ഫലം എന്താണെന്നറിയോ? വരാൻ പോകുന്നവൻ എഴുതി വെച്ചോ അറിയൂ ബാബു, ഈ ദ്വാരപാലകർ 2019 കൊണ്ട് വെച്ചാണ്, മറ്റേ സാധനം പോയി എന്നാ വരാൻ പോകുന്നത്. എഴുതി വെച്ചോ അറിയൂ ബാബു.
അല്ല അത് സത്യമാണ്. ഞാൻ ഹാഷ്മി പറയുന്നത് നമ്മുടെ ക്രിമിനൽ കേസുകളുടെ സ്വഭാവം അനുസരിച്ച്, പ്രത്യേകിച്ച് കളവ് കേസിൽ തൊണ്ടി മുതലില്ലെങ്കിൽ ആ കേസിന്റെ സ്ഥിതി എന്താണ്? തൊണ്ടി മുതൽ കണ്ടെത്തിയില്ലെങ്കിൽ ആ കേസിന്റെ സ്ഥിതി എന്താണ്? അപ്പോൾ നമുക്കിതെല്ലാവർക്കും അറിയാം ഇതെന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് വ്യക്തമായിട്ട് അറിയാം. ആസൂത്രിതമായി നടത്തിയ കൊള്ള, എല്ലാവിധ സാഹചര്യങ്ങളും ഒരുക്കി നടത്തിയ കൊള്ള, മഹസറിൽ പോലും തിരുത്തൽ നടത്തിക്കൊണ്ട് കൊള്ള. ആ മഹസറുകൾ മുഴുവൻ ഇപ്പോൾ അവിടെ നിന്ന് 430 പേജുള്ള ഫയലോ മറ്റെന്തോ കണ്ടെത്തി. ആ ഫയലിലെല്ലാം രേഖപ്പെടും. ആ ഫയലിൽ എന്താണ് നമുക്ക് അറിഞ്ഞുകൂടാ. ആ ഫയലിൽ എന്തൊക്കെ ഉണ്ടെന്നുള്ളത്, അതിലെന്തൊക്കെ തിരുത്തൽ വരുത്തി. മാസങ്ങൾക്ക് ശേഷമാണ് ആ ഫയൽ കണ്ടെത്തിയത്. ആ ഫയൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുകയായിരുന്നു. ആ ഫയൽ ഒടുവിൽ SITയുടെ ലാസ്റ്റ് വാർണിംഗ് കിട്ടിയപ്പോഴാണ് ആ ഫയൽ കണ്ടെത്തിയത് എന്നൊക്കെ പറയുന്നു. ആ ഫയലിൽ വരുത്തിയ മാറ്റങ്ങൾ എന്തൊക്കെയാണ്, തിരുത്തലുകൾ എന്തൊക്കെയാണ് നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ ആസൂത്രിതമാണ്. ഈ ആസൂത്രിതമായ തിരുത്തലുകളൊക്കെ പോറ്റി ചെയ്തതാണോ? കേവലം ഉണ്ണികൃഷ്ണൻ പോറ്റി ചെയ്ത തിരുത്തലുകളാണോ? ഇതെല്ലാം വളരെ വ്യക്തമല്ലേ. ഇപ്പോൾ ഇവിടെ പറയുന്നു സോണിയാഗാന്ധി, അടൂർ പ്രകാശ് അവരൊക്കെ കുറ്റം ചെയ്തിട്ടുള്ള ആളുകളാണെങ്കിൽ അവരൊക്കെ പുണ്യാളന്മാരാണെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. പക്ഷേ ഇവിടെ അടിസ്ഥാന പ്രശ്നം എന്താണ് ഹാഷ്മി? ഈ അറസ്റ്റ് ചെയ്യപ്പെട്ടവരൊക്കെ ഏത് തരത്തിൽപ്പെട്ടവരാണ്? അതായത് ഒന്ന്, വിജിലൻസിന്റെ അന്വേഷണത്തിൽ കുറ്റക്കാരാണെന്ന് കണ്ടെത്തി കേരള ഹൈക്കോടതി 10 പേരുടെ പേരടക്കം 10 പേരെ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞു. അവരിലേക്കാണ് അന്വേഷണം SIT പോയത്. ആ അന്വേഷണത്തെ തുടർന്നാണ് പോറ്റി അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പോറ്റിയുടെ മൊഴിയെ തുടർന്ന് മുരാരി ബാബു അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പിന്നീട് ഷൈജുകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. പത്മകുമാർ അറസ്റ്റ് ചെയ്യപ്പെടുന്നു. വാസു, ഇങ്ങനെ ഓരോരുത്തരും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്നവരാണ്. ഓരോരുത്തരുടെയും മൊഴിയുടെ അടിസ്ഥാനത്തിൽ ഓരോരുത്തരുടെയും ആ പറഞ്ഞ മൊഴിയെ ബന്ധപ്പെടുത്തിക്കൊണ്ട് കോറിലേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് അറസ്റ്റ്. അങ്ങനെയുള്ള ഒരു തെളിവ് അടൂർ പ്രകാശിനെതിരെ ഉണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം സാർ. അങ്ങനെ ഒരു തെളിവ് സോണിയാഗാന്ധിക്കെതിരെ വന്നിട്ടുണ്ടെങ്കിൽ അറസ്റ്റ് ചെയ്യണം. ആർക്കാണ് ഇതിനകത്ത് ബുദ്ധിമുട്ട്? അപ്പോൾ ഇവിടെ അനിയൻ ബാവയും ചേട്ടൻ ബാവയൊക്കെ ആയിട്ട് ഈ നാട് ഈ കാലം അത്രയും ദേവസ്വം ബോർഡ് ഭരിച്ചിട്ട് നടത്തിയ കൊള്ളയുടെ വിവരമാണ്. ഞാൻ ഈ വാർത്ത തുടങ്ങുന്നതിന് നമ്മുടെ ഈ എൻകൗണ്ടർ തുടങ്ങുന്നതിന് മുമ്പ് 24 ന്യൂസ് പ്രക്ഷേപണം ചെയ്ത് ഒരു വാർത്ത കൂടി കേട്ടു. ആ വാർത്തയും ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. എന്താ? നമ്മുടെ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഈ കൊള്ളയാണെന്ന്. ഇപ്പോൾ ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ച് മാത്രമാണ് നമ്മൾ ടോർച്ച് തെളിയിച്ചിട്ടുള്ളൂ. ഈ ടോർച്ച് ദേവസ്വം ബോർഡിന്റെ 1200 ക്ഷേത്രങ്ങളിലേക്ക് തെളിച്ചാൽ സംഭവം ഇതൊക്കെ തന്നെയാണ്. പുറത്തു കൊണ്ടുവന്നൊരു വാർത്തയുണ്ട്. ശബരിമലയിൽ ഇവിടെ നാട് മുഴുവൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്ന കോടാനുകോടി ഭക്തർ വന്ന് കൈകൂപ്പി നിൽക്കുന്ന ആ ശ്രീകോവിൽ തന്നെ കൈവെക്കാമെങ്കിൽ ബാക്കി എവിടെ എന്താ നടക്കാത്തെ? അങ്ങേറ്റം കെട്ടുകാര്യസ്ഥത നിറഞ്ഞ കുത്തഴിഞ്ഞ ഒരു ഭരണ സംവിധാനം കൊണ്ട് ക്ഷേത്രങ്ങളെ തകർത്ത് തരിപ്പണമാക്കിയിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മലയാലപ്പുഴയിലെ പൂജാദ്രവ്യങ്ങൾ, അതാണ് ആ വാർത്ത നിങ്ങൾ പ്രക്ഷേപണം ചെയ്തത്. മലയാലപ്പുഴയിലെ ക്ഷേത്രത്തിൽ, മലയാലപ്പുഴ എന്ന് പറഞ്ഞ ശബരിമല കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും കൂടുതൽ വരുമാനമുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് മലയാലപ്പുഴ ക്ഷേത്രം. ആ ക്ഷേത്രത്തിലെ പൂജാദ്രവ്യങ്ങൾ മറിച്ച് വിൽക്കുകയാണ്. ആരാണ് എടുക്കുന്നത്? അവിടുത്തെ ദേവസ്വം വഴിപാട് കൗണ്ടർ. അവിടേക്കാണ് തിരിച്ചു വരുന്നത്. അതായത് ഭക്തജനങ്ങൾ സമർപ്പിക്കുന്ന വഴിപാട് സാധനങ്ങൾ മറുവശത്ത് കൂടി ദേവസ്വം കൗണ്ടറിൽ വരുന്നു. അതേ സാധനങ്ങൾ തന്നെ വിൽക്കുന്നു. വീണ്ടും അതേ സാധനം തന്നെ തിരിച്ചു വരികയാണ്. ഈ തരത്തിൽ കൊള്ള നടക്കുന്നു. ഈ കൊള്ള ആരുടെ നേതൃത്വത്തിൽ നടക്കുന്നു? ഈ കൊള്ളയെ സംബന്ധിച്ച് വിശ്വാസികളുടെ സംബന്ധിച്ച് അവരെ ഇനി ആരെയാണ് അഭയം പ്രാപിക്കേണ്ടത് ഹാഷ്മി? ഇപ്പം ഇവിടെ കോടതിയുടെ നടപടികളെ സംബന്ധിച്ച് തുടക്കം മുതൽ ഞങ്ങൾ ആശങ്ക പ്രകടിപ്പിച്ചിരുന്നു. ഹാഷ്മി നടത്തിയ ചർച്ചയിൽ ഞാനത് പച്ചയ്ക്ക് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്താണ്? SITയെ സംബന്ധിച്ചുള്ള അന്വേഷണം ആശങ്കയാണ്. തീർച്ചയായും കേരള ഹൈക്കോടതിയുടെ മോണിറ്ററിംഗിൽ നടക്കുന്ന അന്വേഷണം SIT നടത്തുന്നു. SIT നല്ല രീതിയിൽ നടത്തുന്ന ഒരു വിശ്വാസമാണത്. പക്ഷേ ആ വിശ്വാസത്തെ കേരള ഹൈക്കോടതി തന്നെയല്ലേ ചോദ്യം ചെയ്തത്? കേരള ഹൈക്കോടതിയുടെ ഹൈക്കോടതിയിൽ ബെയിൽ ആപ്ലിക്കേഷൻ പരിശോധിച്ച സമയത്ത് 2 ജഡ്ജിമാരല്ലേ, 2 ജഡ്ജിമാരാണ് ഈ അന്വേഷണത്തെക്കുറിച്ചുള്ള സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നത്. ഈ അന്വേഷണം എന്തുകൊണ്ടാണ് വൻതോക്കുകളിലേക്ക്, വൻ സ്രാവുകളിലേക്ക് പോകാത്തത് എന്ന സംശയം ഉന്നയിച്ചത് ആരാണ്? കേരള ഹൈക്കോടതിയാണ്. ആ വൻതോക്കുകൾ ആരാണ്? സോണിയാഗാന്ധി ആണോ? എനിക്കറിഞ്ഞുകൂടാ. ആ വൻതോക്ക് ആരാണ്? ആന്റണി ആണോ? അടൂർ പ്രകാശാണോ? എനിക്കറിഞ്ഞുകൂടാ. എന്തുകൊണ്ടാണ് ആ വൻതോക്ക് ഒരു പ്രാവശ്യം ആ വൻതോക്കിൽ ഒരാളെ ചോദ്യം ചെയ്തിട്ട് പിന്നെ ആ ചോദ്യം വളരെ രഹസ്യമായിരുന്നു ഹാഷ്മി, നിങ്ങൾ പോലും അറിഞ്ഞതെന്നാ? ശനിയാഴ്ച ചോദ്യം ചെയ്തതാണ് കടകംപള്ളി സുരേന്ദ്രനെ. നമ്മൾ ആരെങ്കിലും അറിഞ്ഞോ ശനിയാഴ്ച ചോദ്യം ചെയ്തു എന്നുള്ള വിവരം? ഹാഷ്മി അറിഞ്ഞിരുന്നോ? മാധ്യമങ്ങൾ ആരെങ്കിലും അറിഞ്ഞിരുന്നോ? എന്താ ഇത്ര രഹസ്യമായിട്ട് കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്യാൻ കാരണം? എന്താ കടകംപള്ളി സുരേന്ദ്രൻ പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കടകംപള്ളി സുരേന്ദ്രനിലേക്ക് ഇത് എത്തിയത്? അപ്പൊ ഇത് ഈ ജനറലൈസ് ചെയ്യാണ് ഹാഷ്മി ഈ വിഷയത്തെ. എന്തായത് ഞങ്ങളുടെ മേലും മുഴുവൻ ചെളിയായി, അപ്പൊ നിങ്ങളുടെ മേലും ചെളിയാക്കുക എന്ന ഒരു ന്യായത്തിൽ ഈ വിഷയത്തെ ലഘൂകരിക്കാനും പൊതുസമൂഹത്തിന് മുമ്പിൽ എല്ലാവരും കള്ളന്മാരാണ്,
എന്ന ശരി. ഒരു സ്ഥിതി അറിയോ, ഒരു ശരി. അത് അന്തരീക്ഷത്തിലേക്ക് കൊണ്ടുവന്ന് രാഷ്ട്രീയ പ്രതിരോധമാണ്. രാഷ്ട്രീയ ആരെയൊക്കെയോ പ്രതിരോധം എല്ലാ രക്ഷിക്കാൻ രാഷ്ട്രീയ പാർട്ടികളും വേണ്ടിയുള്ള ചെയ്യുന്നതാണ്. അത് അവരുടെ ധർമ്മമാണല്ലോ. അത് പോട്ടെ, ഞാൻ അങ്ങനെയൊക്കെ സാർ. ശ്രീ മഹേഷ് പണിക്കർ, ഇവിടെ ഇന്നത്തെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയാണ്, ഈ പറഞ്ഞ കർണാടക ബെല്ലാരി റൊദ്ദം ജ്വല്ലേഴ്സ് ഉടമ റൊദ്ദം പാണ്ഡുരംഗയ്യ നാഗാഗോ, വലിയ പേരാട്ടോ, എന്തോ റൊദ്ദം പാണ്ഡുരംഗയ്യ നാഗാ ഗോവർദ്ധൻ എന്നൊക്കെയാണ് ആ മഹാന്റെ പേര്. ചോദ്യം ചെയ്യൽ ഒന്നാമത് ഉണ്ണികൃഷ്ണൻ പോറ്റി മുഖാന്തരം സ്വർണം പൂശുന്നതിന് വേണ്ടി സ്മാർട്ട് ക്രിയേഷൻസ് എത്തിച്ച ശബരിമല ക്ഷേത്ര ശ്രീകോവിൽ വാതിൽക്കൽ ദശാവതാരം ആലേഖനം ചെയ്ത് സ്വർണം പതിച്ച് 2 ചെമ്പുവാളികൾ, രാശിചിഹ്നം ആലേഖനം ചെയ്ത് സ്വർണം പതിച്ച് 2 ചെമ്പുവാളികൾ, കട്ടളയുടെ മുകൾപ്പടി സ്വർണം പതിച്ച ചെമ്പുവാളി, കട്ടളയ്ക്ക് മുകളിൽ പതിച്ചിട്ടുള്ള സ്വർണം പതിഞ്ഞ പ്രഭാമണ്ഡല പാളികൾ ഉണ്ടായിരുന്ന സ്വർണം, ശബരിമല ശ്രീകോവിലെ ദ്വാരപാലക ശില്പപാളികളിലും പില്ലർ പ്ലേറ്റിലും ഉണ്ടായിരുന്ന സ്വർണവും ചെന്നൈ അമ്പത്തൂരിലെ സ്മാർട്ട് ക്രിയേഷനിൽ വെച്ച് രാസമിശ്രിതം ഉപയോഗിച്ച് വേർതിരിച്ചെടുത്തതിൽ നിന്ന് ഒന്നാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയും ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻ ഉടമ പങ്കജ് ഭണ്ഡാരിയും ടിയാനും ചേർന്ന് കൂട്ടായ തീരുമാനത്തിൽ പ്രകാരം പങ്കജ് ഭണ്ഡാരിയിൽ നിന്നും കൽപേഷ് എന്നയാൾ മുഖാന്തരം ലഭിച്ച സ്വർണ്ണത്തിന് തുല്യമായി പകരം സ്വർണം, എങ്ങനെ തുല്യമായ പകരം സ്വർണ്ണമാണെന്ന് പറഞ്ഞ് ടിയാൻ, ആരാണ് 10-ാം പ്രതി, ഈ പറഞ്ഞ റൊദ്ദൻ പാണ്ഡുരംഗ നായ ഗോവർദ്ധൻ ഹാജരാക്കി തന്നെ 474.960 ഗ്രാം സ്വർണം എന്നാ പറയുന്നത്. തത്തുല്യമായ സ്വർണം കൊടുത്താണ്. ഇത് തൊണ്ടിയല്ല, അവിടെ നിന്നെടുത്ത സ്വർണ്ണമല്ല. ഈ പറയുന്ന എന്താണ് ഭണ്ഡാരി അവിടെ കൊടുത്ത സ്വർണം തത്തുല്യമായ സ്വർണ്ണമാണ്, അവിടുത്തെ സ്വർണ്ണമല്ല. ഈ VSS റിപ്പോർട്ട് വരുമ്പോഴേ കളി മാറാൻ പോവാ ശ്രീ മഹേഷ് പണിക്കർ. അതെ, തീർച്ചയായിട്ടും. കാര്യം ഇതിനകത്ത് ഇത് വിറ്റത്, ഈ സ്വർണ്ണം ഇതിൽ നിന്ന് വേർതിരിച്ച് കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് ആക്ച്വലി വിലയില്ലെന്ന്. അത് സ്വർണ്ണത്തിൻ്റെ ആ ഗ്രാമിൻ്റെ വില അന്നത്തെ സമയത്ത് 27 ലക്ഷം രൂപയാണ് 1 കിലോയ്ക്കുള്ള, അത്രേ കിട്ടത്തുള്ളൂ. പക്ഷേ ഇത് ഈ പാളിയിൽ തന്നെ ഇരുന്ന് ഈ പാളിയോടെ ഇവർ വിൽക്കുന്ന 27 ലക്ഷം, ചിലപ്പോൾ 27 കോടിയോ അതിൻ്റെ മേളിൽ അതിൻ്റെ വില. അപ്പം ഒരിക്കലും അവർ അതിൽ നിന്ന് വേർതിരിക്കത്തില്ല. അവരതിൻ്റെ ഇക്വലൻ്റ് സ്വർണം ഈ പറഞ്ഞാൽ മാറ്റി കൊടുത്തു എന്നുള്ളത് സത്യമായിരിക്കാം. കാര്യം അങ്ങനെ ചിലപ്പം മറ്റേ ഇവരെയും പറ്റിച്ച് കാണാം, അവർ അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റിച്ച് കാണാമായിരിക്കും. പക്ഷേ ഇത് ഈ പറഞ്ഞ പാളിയായിട്ട് തന്നെയാണ് അവരത് മുറിച്ചോ അല്ലെങ്കിൽ ഒറ്റയ്ക്കോ രണ്ടായിട്ടോ കൊടുത്തു, വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് പാളി ഉണ്ടാക്കി ഈ പറഞ്ഞ ഇപ്പോഴത്തെ ഈ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ പൂശൽ പരിപാടി വെച്ചിട്ട് പൂശിയാൾ അവിടെ കൊണ്ടുവച്ചു. നമ്മൾ മനസ്സിലാക്കണം, ഇതിനകത്ത് കുറേ ലിങ്കുകൾ ഇവർ വിട്ടിട്ടുണ്ട്. കാര്യം ഈ അന്വേഷണത്തിനകത്ത് ആ ഒരു ഫുൾ നമ്മളെ ജയറാമിൻ്റെ കേസൊന്നും സത്യം പറഞ്ഞാൽ അന്വേഷിച്ചിട്ടില്ല. ഈ 3 പ്രാവശ്യം പുള്ളിയുടെ വീട്ടിൽ പോയിട്ടുണ്ട് ഈ സാധനം. കഥകും പോയിട്ടുണ്ട്, കട്ടളയും പോയിട്ടുണ്ട്, ഈ പറഞ്ഞ രൂപങ്ങളും മറ്റേ ഇപ്പം പ്രഭാമണ്ഡലം എല്ലാം പുള്ളിയുടെ വീട്ടിൽ വെച്ചിട്ടുണ്ട്, ധാരവാലകരും വെച്ചിട്ടുണ്ട്. പക്ഷേ ആ രീതിയിൽ അന്വേഷണം പോയില്ല. കാര്യം ആ രീതിയിൽ ഒരുപാട് സിനിമാക്കാർ അവിടെ വന്നിട്ടുണ്ട്, വലിയ വലിയ ആൾക്കാർ വന്നിട്ടുണ്ട്, ജയൻ രവി പോലുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്, ഇതൊക്കെ മേടിക്കാൻ കപ്പാസിറ്റി ഉള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ രീതിയിലൊരു അന്വേഷണം പോയി. ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ അവിടെ പൂജ ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ രീതിയിൽ ഈ ഒറിജിനൽ സാധനം തിരിച്ച് കിട്ടത്തക്ക രീതിയിൽ ഹൈദരാബാദ് പോയിട്ടില്ല. ഹൈദരാബാദിലാണ് ഇത് മാറ്റി വന്നു. മിസ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ അതിന് കറക്റ്റാണ്. കാര്യം ഇത് മാറിപ്പോയെങ്കിൽ ഹൈദരാബാദിലാണ് മാറിപ്പോകേണ്ടത്. അവിടുത്തെ ദുരൂഹത ഇപ്പോഴും നമുക്കറിയില്ല. അതെ, അവിടെ വെച്ചിട്ട് അവിടുത്തെ ഒരാളാണ് ഇതിന്റെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ഇതുണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ആ കാര്യങ്ങളെ കുറിച്ചിട്ട് ആ ഡ്യൂപ്ലിക്കേറ്റ് ഇവർ സത്യം പറഞ്ഞാൽ ആ സ്വർണം എത്രയോ സ്വർണം ഇവിടെ നഷ്ടപ്പെട്ടു, അതിന്റെ ഈക്വലന്റ് ആയിട്ടുള്ള സ്വർണം കണ്ടെത്തി അങ്ങനെ ഒരു ക്ലോസ് ചെയ്യാനായിട്ടാണ് ആദ്യത്തെ ഒരു ശ്രമം നടന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം കേസ് പെട്ടെന്ന് അങ്ങ് തീരുമല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷേ അങ്ങനെയല്ല, ഈ സാധനം യഥാർത്ഥ പാളിയിലേക്ക് തന്നെയാണ് ഇപ്പോൾ പോകുന്നത്. അതുകൊണ്ടാണ് ഇതിപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ അതിന് പകരമുള്ള സ്വർണ്ണമാണെന്നും അങ്ങനെയൊക്കെയുള്ള മൊഴികളും കാര്യങ്ങളൊക്കെ ഇപ്പോൾ വരുന്നത്. പിന്നെ ഈ പറഞ്ഞ മിസ്സിംഗ് ലീഡ്സ് കുറേ അതിനകത്ത് അന്വേഷിക്കാനുണ്ട്. ഇപ്പോൾ സോണിയാഗാന്ധിയുടെയൊക്കെ കേസ് പറഞ്ഞ പോലെ തന്നെ. കാര്യം അവിടെ കൊണ്ടുപോകണമെങ്കിൽ ഒറിജിനൽ തന്ത്രയെ കൊണ്ടുപോയാൽ പോരെ. പ്രയാർ ഗോപാലകൃഷ്ണൻ അവിടെ കൊണ്ടുപോകണമെങ്കിൽ രാജീവരെയോ അല്ലെങ്കിൽ ഒറിജിനൽ തന്ത്രയെ അവിടെ സോണിയാഗാന്ധിയെ കാണണമെങ്കിൽ അത്രയും മഹത് വ്യക്തിക്ക് എന്തെങ്കിലും ഒരു അയ്യപ്പൻ്റെ ഒരു പൂജയോ അല്ലെങ്കിൽ ഒരു തായ്ത്തോ എല്ലാം കെട്ടണമെങ്കിൽ ഒറിജിനൽ രാജീവരെ അല്ലേ വിളിച്ചുകൊണ്ട് അവിടെ പോകാവും. അപ്പോൾ അവിടെ കൊണ്ടുപോയി ഇയാൾ പൂജ ചെയ്തിട്ടില്ല. ഉണ്ണികൃഷ്ണൻ പോറ്റി കീഴ്ക്കഴകത്തിൻ്റെ താഴെയുള്ള കീഴ്ക്കഴകമാണ്. അയാൾ തൂപ്പുകാരനാണ്. ആ തൂപ്പുകാരനായിട്ടുള്ള ആൾ ഇതുവരെ അയാൾ ശബരിമല ക്ഷേത്രത്തിൽ പൂജ ചെയ്തിട്ടില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പം അങ്ങനെ ഒരാളെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അതിനകത്ത് എന്തൊക്കെയോ ദുരൂഹത, എന്തൊക്കെയോ വല്ലാത്ത ഇടപാടുകൾ, അല്ലെങ്കിൽ എന്തൊക്കെയോ സാമ്പത്തികമായിട്ട് ഇടപാടുകൾ. അന്ന് ഇയാൾ സ്പോൺസറൊന്നും അല്ല. 2011-12 കാലത്തിലൊന്നും ഇയാൾ സ്പോൺസറൊന്നും അല്ല. അവിടുത്തെ ജോലിക്കാരൻ ആ റേഞ്ചിലുള്ള ഒരാളാണ്. അപ്പം അതിനകത്ത് സത്യം പറഞ്ഞാൽ ദുരൂഹതയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ജയറാമിൻ്റെ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 കേസിനകത്തും അയാളുണ്ട്. 3 കേസിനകത്ത് നമ്മുടെ കട്ടളയ്ക്കകത്തും കഥകിനകത്തും ഈ പറഞ്ഞ ഇതിനകത്തും ഉണ്ട്. അപ്പം അത് ഒന്ന്. രണ്ടാമത്തേത് പിന്നെ ഈ പറഞ്ഞ ഹൈദരാബാദ് കേസ്. അപ്പം അതിനകത്ത് പിന്നെ ഇപ്പോൾ സോണിയാഗാന്ധിയുടെ കേസ്. അപ്പം ഇതിനകത്ത് ഈ പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഒരു യഥാർത്ഥ വ്യക്തമായ ചിത്രം ഇതെങ്ങും എത്തിക്കാനുള്ളതല്ല. ഇതിപ്പോൾ സത്യം പറഞ്ഞാൽ പ്ലാൻ ചെയ്ത് ഇപ്പം മന്ത്രിയിലോട്ടോ തന്ത്രിയിലോട്ടോ അങ്ങനെയൊക്കെ പറഞ്ഞ് പോകുന്നതിനെക്കാട്ടിലുപരി ഈ വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിലുള്ള, അതുപോലെ തന്നെ മാലയുടെ കേസ്, ഇയാൾ ഗോവർദ്ധൻ കൊടുത്തു എന്ന് പറയുന്ന മാല 2 വർഷം കഴിഞ്ഞിട്ടാണ് ആ മാല കണക്കി വരുന്നത്. അപ്പം മാലയപ്പുറത്തിലെ നമ്മൾ മനസ്സിലാക്കേണ്ട, മാലയപ്പുറത്തിലെ മേൽശാന്തിമാർ എല്ലാ വർഷവും 2 വർഷമൊന്നുമല്ല 10 വരെ മാല കൊടുത്തു. 5-6 വർഷം കഴിഞ്ഞപ്പോഴത്തേക്കാണ് ഇത് രേഖ വരുന്ന മാല പൊങ്ങുന്നത്. എപ്പോഴാണ് ഈ ഗോവർദ്ധൻ ഇങ്ങനെ ജാമ്യാപേക്ഷ ഇപ്പോൾ കണക്കും തൂക്കും ഒപ്പിച്ച് ജാമ്യാപേക്ഷ കൊടുത്തപ്പോഴത്തേക്കാണ് പൊങ്ങിയതോടെ? അതെ അത് ഈ വാജിവാഹനത്തിന്റെ കേസ് പറയുന്ന പോലെയാണ്. അത് പിടിക്കുമെന്നാകുമ്പോഴത്തേക്ക് കൊണ്ട് കയറ്റുന്നതാണ്. അപ്പം അങ്ങനത്തെ കേസുകളൊക്കെ വ്യക്തമായ തെളിവുകളല്ലേ? അത് വ്യക്തമായ തെളിവല്ലേ? കാര്യം ഒരിക്കലും മേൽശാന്തിയും ഇവരൊക്കെ മാറുന്നതായതുകൊണ്ട് അടുത്ത വർഷത്തേക്ക് അവർക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അപ്പം ഈ മാല ചുമ്മാ ദേവിയുടെ കഴുത്തിൽ അങ്ങനെ കിടക്കൂ. അപ്പം അത് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പം അത് പിന്നെ കയറ്റിയാന്ന് ഉറപ്പാണ്. അതുപോലെ ഈ വാജിവാഹനത്തിന്റെ കേസും വ്യക്തമായിട്ടുള്ളൊരു റോബറിയാണ്. അപ്പം അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വ്യക്തതയുള്ളപ്പോൾ അതിനകത്തൊരു വ്യക്തത വരുത്തുമ്പം അതേ റൂട്ടിൽ തന്നെ ഇതെല്ലാം പോയിരിക്കുന്ന ഒറ്റ റൂട്ടിലായിരിക്കും.
ആ പോയിരിക്കുന്ന റൂട്ട് കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമായിരിക്കും. ഇങ്ങനത്തെ രീതിയിൽ ബാക്കി ഈ അന്വേഷണം അല്ലെങ്കിൽ പാളിയുടെ അന്വേഷണം അല്ല വേറൊന്നിൻ്റെ അന്വേഷണമായിരിക്കും ചിലപ്പം ഒരു ലീഡിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം തന്നെ നമ്മൾ മണിയുടെ കേസൊക്കെ കണ്ടതാണ്. അപ്പം അത് ഒരു എന്താ പറഞ്ഞ അവരെ അന്വേഷിച്ച് വിട്ടിരിക്കുന്നു. പക്ഷെ അവർക്കും ഈ ഇറിഡിയത്തിൻ്റെ കച്ചവടമൊക്കെ ഉണ്ടെന്ന് പറയുന്നതിൽ ഒരാൾക്ക് ഇറിഡിയം നമ്മുടെ ശബരിമല ക്ഷേത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറേ സാധനങ്ങൾക്ക് അങ്ങനെ വാല്യൂ ഉള്ളതാണ്. നമ്മുടെ താഴെക്കൂടെ അങ്ങനത്തെയാണ്, വാജിവാഹനം അങ്ങനത്തെയാണ്, കൊടിമരത്തിൻ്റെ അങ്ങനത്തെയാണ്. അപ്പം അങ്ങനത്തെയൊക്കെ കച്ചവടങ്ങളും അങ്ങനത്തെയൊക്കെ കാര്യങ്ങളും ഇതിൻ്റെ പുറകിലുണ്ടാവും, വളരെ സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ കണ്ടുപിടിച്ചാൽ മാത്രം യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഒരു കാര്യങ്ങളിലേക്ക് ഇവർ രാഷ്ട്രീയപരമായിട്ടല്ലാതെ, രാഷ്ട്രീയത്തിൽ ഞാനാണോ വലിയ കള്ളൻ, നീയാണോ വലിയ കള്ളൻ എന്നുള്ള കള്ളൻ്റെ ഗ്രേഡ് കൂട്ടുന്ന കുറുവായിലെ വലിയ കുറുവാര എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളല്ലാണ്ട് ഇതിനകത്ത് യഥാർത്ഥത്തിൽ പോയ മുതൽ തിരിച്ചെത്തിക്കുക, അതാണ് അതിൻ്റെ മിടുക്ക്. ഇപ്പോഴും ഇടതുപക്ഷത്തിന് സത്യം പറഞ്ഞാൽ വലിയൊരു മാർക്കായിരിക്കും. ഈ സാധനങ്ങൾ മൊത്തം തിരിച്ചെടുത്ത് കൊണ്ടുവെക്കാൻ പറ്റുവാണെങ്കിൽ അത് കുറ്റവാളികൾ ആരും ആയിക്കോട്ടെ, അയ്യപ്പൻ്റെ മുതൽ തിരിച്ചവിടെ കൊണ്ടുവച്ച ഈ ഭക്തജന സമൂഹം മൊത്തം അത് വളരെ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്. അത് ശരിക്കും നല്ല രീതിയിൽ അത് എത്തുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. കാര്യം എസ് ഐ ടിയുടെ അന്വേഷണം ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ നമുക്ക് ആശങ്ക അക്കാര്യത്തിലുണ്ട്. എന്തായാലും താങ്കൾ പറഞ്ഞതുപോലെ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ കീഴ്ഘടകം അല്ലെങ്കിൽ കീഴ്ഘടകമാണെങ്കിൽ അവിടുത്തെ തൂപ്പുകാരൻ മാത്രമായിരുന്നെങ്കിൽ അദ്ദേഹം ഒരു മേൽഘടകം പോലെ പ്രവർത്തിച്ച് ഈ പറഞ്ഞ എല്ലാവരെയും നിയന്ത്രിക്കുന്ന അവിടുത്തെ ഒരു നിയന്താവായി, അവിടുത്തെ ഒരു നിയന്ത്രണാധികാരിയായി ദേവസ്വം ബോർഡൊക്കെ ഇങ്ങനെ ഉള്ളംകൈ നിൽക്കുന്ന ഒരാളായിട്ട് അദ്ദേഹം പ്രവർത്തിച്ചുവെങ്കിൽ കീഴ്ഘടകമല്ല, മേൽഘടകമാണ് ശ്രീ മഹേഷ് പണിക്കർ. ശ്രീ സുരേഷ് കുമാർ ഇവിടെ നിന്ന് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിൽ SIT-യിൽ മുഖ്യമന്ത്രി പൂർണ്ണമായ വിശ്വാസം രേഖപ്പെടുത്തുകയാണ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായ അന്വേഷണം മുന്നോട്ടേക്ക് പോവുകയാണെന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി. ഏതെങ്കിലും തരത്തിൽ മുഖ്യമന്ത്രി ഓഫീസർ ഇടപെടുന്നില്ല എന്ന് പറയാൻ കൂടിയാണ് SIT-യിലുള്ള പൂർണ്ണ വിശ്വാസം മുഖ്യമന്ത്രി രേഖപ്പെടുത്തിയത്. ശ്രീ സുരേഷ് കുമാർ, അതേ SIT തന്നെയല്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള അതേ പോലീസ് ഉദ്യോഗസ്ഥർ, അതേ SIT തന്നെയാണ് ഈ പറയുന്ന തട്ടിപ്പ്, വെട്ടിപ്പ്, വഞ്ചന, വ്യാജരേഖ ചമക്കൽ, അങ്ങനെ IPC-ലെ സകലമാന വകുപ്പുകളും CPM നേതാക്കളായി 3 പേർക്കെതിരെയും വിട്ടത് സുരേഷ് കുമാർ. എന്നിട്ടും നിങ്ങൾക്ക് ബോധ്യം വരുന്നില്ലെങ്കിൽ ആ ബോധ്യം വരാത്തതിന് കാരണം ഈ പത്മകുമാർ എന്തെങ്കിലും പറയുമെന്ന് പേടിച്ചാണെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവർ കുറ്റം പറയുന്നത് എങ്ങനെയാണ്? രാഷ്ട്രീയം വ്യത്യാസമില്ലാതെ ശ്രീ സുരേഷ് കുമാർ. അല്ല, അത് എനിക്കും ഹാഷ്മിക്കും കേൾക്കുന്ന പ്രേക്ഷകർക്കും കാണുന്ന പ്രേക്ഷകർക്കും ഒക്കെ വ്യക്തമായി അറിയാവുന്നതാണ്. കുറ്റപത്രത്തിലൂടെ മാത്രമേ ഈ അറസ്റ്റിലായ CPM ബന്ധമുള്ള ആളുകളുടെ കൃത്യമായ പങ്ക് പുറത്തു വരികയുള്ളൂ. ആ പങ്ക് എന്താണെന്ന് മനസ്സിലാക്കിയാലുടൻ തന്നെ അവർക്കെതിരായിട്ടുള്ള നടപടിയുമായി പാർട്ടിക്ക് മുന്നോട്ട് പോയേ മതിയാകൂ. ആ ഒരു നിലയിലാണ് ഈ കാര്യങ്ങളെ നോക്കിക്കാണേണ്ടത്. അവരുടെ പങ്ക് എന്താണ് എന്നതിനെ സംബന്ധിച്ചുള്ള ആശയ അവ്യക്തത നിലവിലുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മളിനി എന്തു പറഞ്ഞാലും ശരി, അല്ലാതെ ഇവിടെ BJP ഇവിടെ ഹിന്ദു ഐക്യവേദിയുടെ പ്രതിനിധി പറയുന്നത് പോലെയോ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറയുന്നത് പോലെയോ അല്ല ഇവിടുത്തെ കാര്യങ്ങൾ എന്നുള്ളതിനെ സംബന്ധിച്ച് വ്യക്തമായി അറിയാം. അവർക്കെതിരെ വരുന്ന ആരോപണങ്ങളെ മറച്ചു പിടിക്കുന്നതിന് വേണ്ടി അവർ CPM-നെതിരായിട്ട് മാത്രം ഇതിനെ സെലക്റ്റീവായി ചുരുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ ഇടപെടൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഞാനതിൻ്റെ മറ്റ് വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. പല ഘട്ടങ്ങളിലും SIT-യുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ വിശ്വാസ്യതയെ സംബന്ധിച്ച് ഇവർ തന്നെ പരസ്പര വിരുദ്ധമായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ നടത്താറുണ്ട്. നേരത്തെ ചോദ്യംപള്ളിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചില്ല, അല്ലെങ്കിൽ വിവരങ്ങൾ ആരായുന്നതിന് വേണ്ടി വിളിപ്പിച്ചില്ല. ഇപ്പോൾ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിയായിരുന്ന ശ്രീ കടകംപള്ളിയെ ആ കാലയളവിലെ വിവരങ്ങളും ചോദിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടി വിളിക്കുക എന്നുള്ളത് സ്വാഭാവികമായ നടപടിക്രമം മാത്രമാണ്. അത് നമ്മൾ എല്ലാ ആളുകളും പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോഴേക്കും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കൊള്ളാം, അതല്ലെങ്കിൽ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം ആകെ മോശം എന്ന രൂപത്തിൽ വരുത്തി തീർക്കുന്നത് വളരെ മോശമല്ലേ? ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ സീൽ വെച്ച കവറിൽ അന്വേഷണ പുരോഗതി കൃത്യമായി റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു അന്വേഷണം, ആ അന്വേഷണത്തിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിലയിലേക്ക് ഈ അന്വേഷണം നടന്നില്ല എങ്കിൽ ഈ അന്വേഷണവും ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമും ആകെ മോശമെന്ന് വരുത്തി തീർക്കുന്ന നിലപാട് ശരിയായ ഒരു കാര്യമല്ല. പിന്നെ നമ്മൾ തള്ളിപ്പറയുമ്പോൾ എല്ലാ അഴിമതിയെയും എല്ലാ മോഷണത്തെയും ഈ കാലയളവിലുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് മോശമാണ് എന്ന് ഒറ്റവാക്കിൽ തള്ളിപ്പറയാൻ നമുക്ക് കഴിയണം. സംസ്ഥാന ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് കഴിഞ്ഞ 9.5 വർഷക്കാലമായി ഒരു മന്ത്രിയെ സംബന്ധിച്ച് ഏത് മന്ത്രിയായിക്കൊള്ളട്ടെ ഒരു വിശ്വാസയോഗ്യമായിട്ടുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷത്തിനോ മറ്റൊരാൾക്കും കഴിയാത്തൊരു സാഹചര്യത്തിലാണ് ശബരിമല വിഷയം അവർക്ക് വീണ് കിട്ടിയിട്ടുള്ളത്. ഈ വിഷയത്തിൻ്റെ അടിസ്ഥാന ആധാരം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് വസ്തുനിഷ്ഠമായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചിൻ്റെ മേൽനോട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൽ ഇടയ്ക്ക് വെച്ച് നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട എന്നാണ് ഞാൻ പറഞ്ഞതിനർത്ഥം. രാഷ്ട്രീയ പ്രതിരോധത്തിൽ നിങ്ങൾ കടൂർ പ്രകാശിന്റെയും ആന്റണിയുടെയും സോണിയാഗാന്ധിയുടെയും പേരൊക്കെ പറയാം. പക്ഷേ ഇതിലെ ലോജിക്ക് പ്രശ്നം നിങ്ങൾക്ക് പിടിയിട്ടുണ്ടല്ലോ അല്ലേ? എന്ന് പറഞ്ഞാൽ താങ്കൾ പറയുന്ന പോലെ ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ 9 ഇടക്കാല ഉത്തരവുകളിൽ SIT രൂപവൽക്കരിക്കപ്പെട്ട SIT അന്വേഷണത്തിൽ കണ്ടെത്തി കുറ്റക്കാരെന്ന് പറഞ്ഞ് അകത്തിട്ട് കോടതി ആവർത്തിച്ച് ജാമ്യം നിഷേധിക്കപ്പെട്ട 3 പേരാണ് നിങ്ങളുടെ പാർട്ടിക്കാർ. നിങ്ങൾ ആരോപിക്കുന്ന മറ്റു പാർട്ടിക്കാർ
ഈ പറയുന്ന പോറ്റിയുമായി ബന്ധമുണ്ടോ ഇല്ലയോ ഈ പുറത്തു വന്ന ചിത്രങ്ങൾ അവർക്ക് നിലവിൽ ഇതുവരെ അന്വേഷണ സംഘം ഈ ക്ഷേത്രക്കൊള്ളയുമായി നേർക്കുന്ന ഒരു ബന്ധമുണ്ടെന്ന് ഇതുവരെ പറയാത്ത 3 പേരാണ് നിങ്ങൾ പറയുന്ന ബാക്കി 3 പേർ. ഈ 2-3 പേർ തമ്മിലുള്ള വ്യത്യാസം നിങ്ങൾ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ സുരേഷ് കുമാർ? അല്ല, ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയാമോ? ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഈ ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് ദേവസ്വം വകുപ്പിൻ്റെ കീഴിലുണ്ടായിട്ടുള്ള ചില കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിയാണ് നമ്മളെപ്പോഴും ചർച്ചയെ സെലക്റ്റീവ് ആക്കുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ വരവിനെ സംബന്ധിച്ച് തീർച്ചയായും ഇങ്ങനെ ഒരാൾ അവിടേക്ക് വന്നതിന് കൃത്യമായൊരു മോട്ടീവ് ഉണ്ടാവുമല്ലോ. അതാണ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചത്. അന്ന് അദ്ദേഹത്തെ ആനയിച്ചു കൊണ്ട് നടന്നവർ ആരൊക്കെ? ഇവിടെ കൃത്യമായി ബഹുമാന്യനായ ശ്രീ മഹേഷ് പണിക്കർ ചോദിച്ചിട്ടുണ്ട്, ഇത്തരം ഒരാൾ ജൻപത് പത്തിലേക്ക് എത്തപ്പെടാനിടയായ സാഹചര്യം എന്ത്? സ്വാഭാവികമായും അത് എന്തു തന്നെയായിരുന്നാലും ശരി, അത് ജനങ്ങൾക്കറിയാൻ ഉത്തരവാദിത്വമുണ്ട്. അവർക്ക് അറിയാനുള്ള അവകാശമാണത്. അത് ഈ എന്നെപ്പോലുള്ള ആളുകൾക്ക് അതറിയണം. അതറിയേണ്ടത് കാര്യമില്ല. ആ ഭാഗത്തേക്ക് നിങ്ങൾ ചിന്തിക്കേണ്ട. ആ ഭാഗത്തെക്കുറിച്ച് നിങ്ങളാരും ഡിസ്കഷൻ നടത്തേണ്ടതില്ല എന്ന തിട്ടൂരം എന്തിനാണ് നമ്മൾ നടപ്പിലാക്കുന്നത്? അവിടെ ദേവസ്വം ബോർഡിൻ്റെ അന്നത്തെ പ്രസിഡന്റ് അദ്ദേഹം മൺമറഞ്ഞു പോയി, പ്രയാർ ഗോപാലകൃഷ്ണൻ, അദ്ദേഹം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ 2 തവണയാണ് അവിടെ പോയിട്ടുള്ളത്. സ്വർണം കട്ടെടുത്തയാളെന്ന് പറഞ്ഞയാളും സ്വർണം വിൽക്കുമ്പോൾ അത് വാങ്ങിയയാളും അവരുടെ പ്രസൻസ് ആ 10 ജൻപതിൽ സ്വകാര്യ സന്ദർശനത്തിനകത്ത് ഉണ്ടായിരുന്നു. അതിനകത്തുണ്ടായിരുന്നു. അവരുടെ യാത്ര അല്ലല്ല, അതിനെ സംബന്ധിച്ചുള്ള അതിനാണല്ലോ ഇപ്പൊ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വിളിക്കും എന്ന് പറയുന്നത്. കാര്യമല്ലേ ആ വിജയകുമാറും കുറ്റപത്രം സമർപ്പിക്കാതെ നിങ്ങൾക്ക് ബോധ്യമാവുന്നില്ലെങ്കിൽ പോറ്റിയുടെയും ഗോവർദ്ധന്റെയും ഈ പറയുന്ന പങ്കിനെ പറ്റി നിങ്ങൾക്ക് ബോധ്യമാവുന്നത് എങ്ങനെയാണ്? അല്ല, തീർച്ചയായും വിവരങ്ങൾ പുറത്തു വരട്ടെ. ഇപ്പോൾ MBA ക്വസ്റ്റ്യൻ ചെയ്യാൻ വിളിക്കുമെന്ന് മാധ്യമങ്ങളിലൂടെയുള്ള വാർത്തകളിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നു. MBA ക്വസ്റ്റ്യൻ ചെയ്തതിന് ശേഷമുള്ള കാര്യങ്ങൾ, അതിന്റെ കോൺസിക്വൻസസ് പുറത്തു വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അത് വെച്ചിട്ട് അടുത്ത ഡിസ്കഷൻ നടത്തേണ്ടുന്നത്. ഈ പറയുന്ന 9 പേരും അകത്ത് കിടക്കുന്നത് ശബരിമലയിലെ ക്ഷേത്രക്കൊള്ള കേസിലാണ്. എനിക്കത് മനസ്സിലായി. അതിൽ 3 പേരുടെ കാര്യത്തിൽ നിന്ന് കുറ്റപത്രം സമർപ്പിക്കാത്ത കാരണം നിങ്ങൾക്ക് ബോധ്യമില്ല. വിജയകുമാർ, വാസു, പത്മകുമാർ. ബാക്കി പോറ്റിയും ഗോവർദ്ധനും ബാക്കി ഉദ്യോഗസ്ഥർ ചെയ്ത കുറ്റങ്ങൾ നിങ്ങൾക്ക് സംശയമില്ല. അതെങ്ങനെയാണ് ശരിയാവുക? ആർക്കെതിരെ കുറ്റപത്രമായിട്ടില്ലല്ലോ. അല്ല, അത് ഞാൻ വ്യക്തമായി മറുപടി പറയാം. ഈ 3 ആളുകളും ശ്രീ പത്മകുമാറും അതുപോലെ തന്നെ ശ്രീ വാസുവും അതുപോലെ തന്നെ ശ്രീ വിജയകുമാറും, ഇവർ 3 പേരും ദേവസ്വം ബോർഡിൻ്റെ ഭാഗമായി ഭരണപരമായ കാര്യങ്ങൾ നിർവഹിക്കാൻ നിയോഗിക്കപ്പെട്ട ആളുകളാണ്. ഇവരെ നിയോഗിക്കുമ്പോൾ ഭരണപരമായ കാര്യങ്ങളാണ് ചെയ്യാൻ വേണ്ടി അവരുടെ ഉത്തരവാദിത്വമായിരുന്നത്. ആ ഭരണപരമായ കാര്യങ്ങളിൽ അവർക്ക് വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? അതോ ഇവർ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയും അതുപോലെ തന്നെ മറ്റാളുകളുമായി ഗൂഢാലോചന നടത്തിയിട്ടുണ്ടോ? അതോ അതിനപ്പുറം കടന്ന് ഇവർ ഈ കൊള്ളയ്ക്ക് തന്നെ കൂട്ടുനിന്നിട്ടുണ്ടോ എന്നതിനെ സംബന്ധിച്ചുള്ള ആശയ അവ്യക്തത ഞങ്ങൾക്കുണ്ട്, പാർട്ടിയുടെ മുന്നിലുണ്ട്. തീവ്രത എന്താണ് എന്ന് നിങ്ങൾ കളക്കണം. അതിനുശേഷം നടപടി ഉണ്ടാവുകയുള്ളൂ. എനിക്ക് ആദ്യം മുതൽ പറയുന്നതാണ് കാര്യം. ശ്രീ വസന്ത, സുരേഷ് കുമാർ അത് വ്യക്തത വേണമെന്ന് അല്ലേ? അത് ആദ്യം മുതൽ തന്നെയാണല്ലോ പറയുന്നത്. ശ്രീ വസന്ത, CPM-ന്റെ കാര്യമാണത്, അവരുടെ ആഭ്യന്തര കാര്യമാണ്. അവർക്ക് ബോധ്യം ഉണ്ടാകുമ്പോൾ അവർ നടപടി എടുക്കും, അത്രേ ഉള്ളൂ. വസന്ത്. അല്ല ഹാഷ്മി, നോക്കൂ, ഈ തീവ്രത അളക്കൽ എത്ര കണ്ട് പോസിബിൾ ആണെന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം ശ്രീമതി ടീച്ചറിന്റെ ബാഗ് മിസ്സായിട്ടുണ്ട്. ആ ബാഗ് മിസ്സായ കൂട്ടത്തിൽ ഈ തീവ്രത അളക്കുന്ന ആ കട്ടയുണ്ടല്ലോ, ആ മിഷൻ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് പോസിബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നോക്കൂ, അദ്ദേഹത്തിന് 2-3 ഉത്തരം പറയേണ്ടതുണ്ട്. ഒന്ന്, നിങ്ങളുടെ ഉദ്യോഗസ്ഥർ SIT അവർ കോടതിയിൽ കൊടുത്തിരിക്കുന്ന റിപ്പോർട്ട് പ്രകാരം IPC 403, 406, 409, 466, 466 എന്ന് വെച്ചാൽ വ്യാജരേഖ അല്ല, അദ്ദേഹത്തിന് 1.5 മണിക്കൂർ കൊടുത്തിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ഇടപെടുന്നത് എന്ത് മര്യാദകളാണ്? 466 IPC 466 എന്താ? വ്യാജരേഖ ചമച്ചു എന്നാണ്. വ്യാജരേഖയാണോ അതോ വ്യാജ വിഗ്രഹമാണോ ചമച്ചത് എന്നത് വരും ദിവസം ആ ഫോറൻസിക് റിപ്പോർട്ട് വെളിയിൽ വരുമ്പോൾ കേരളം ഞെട്ടാനിരിക്കുന്ന ഉത്തരമാണ്. 2, അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി ഒട്ടും ചഞ്ചലപ്പെടാതെ ഉത്തരം പറഞ്ഞു. അത്രേ. മുഖ്യമന്ത്രിയുടെ ഉത്തരങ്ങളുടെ ഒരു ക്രോണോളജി നമുക്ക് നോക്കാമെന്നേ. ഈ വിഷയം ആദ്യം വന്നപ്പോൾ നിങ്ങൾ മാധ്യമങ്ങളെ കാണുന്ന മുഖ്യമന്ത്രി പറഞ്ഞത് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ആരും വന്നില്ലല്ലോ, പോറ്റി വന്നപ്പോഴാണ് ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട് ആരും വന്നില്ലല്ലോ എന്നാണ് പറഞ്ഞത്. പിന്നീട് ദേവസ്വം ബോർഡിന്റെ ഉദ്യോഗസ്ഥർ പ്രതി ചേർക്കപ്പെട്ടു. അപ്പോൾ പറഞ്ഞു ഉദ്യോഗസ്ഥരല്ലേ, ആ ദേവസ്വം ബോർഡിലെ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വന്നില്ലല്ലോ.
അപ്പോഴാണ് എൻ വാസു, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ കുളക്കട ഗ്രാമപഞ്ചായത്തിന്റെ മുൻ പ്രസിഡന്റും ഇപ്പോഴത്തെ LC മെമ്പറുമായ എൻ വാസു പ്രതി ചേർക്കപ്പെടുന്നത്. അദ്ദേഹം അറസ്റ്റിലാവുന്നത്, ജുഡീഷ്യൽ കസ്റ്റഡിയിൽ പോകുന്നത്. പിന്നീടാണ് പത്മകുമാർ, അപ്പോൾ അദ്ദേഹം ഒന്നും മിണ്ടില്ല. പിന്നീട് പത്മകുമാർ വന്നു. പത്മകുമാർ കോന്നി മുൻ MLA ആണ്, ഇപ്പോഴത്തെ പത്തനംതിട്ട DC മെമ്പറാണ്. അയാൾ അറസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോഴും ഇദ്ദേഹം ഒന്നും മിണ്ടിയില്ല. പിന്നീട് മുഖ്യമന്ത്രി വന്ന് നമ്മളെ കാണുന്നത് ഇവരുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു കാര്യത്തിൽ, അതായത് അദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ലീഡർഷിപ്പ് വരട്ടെ അപ്പോൾ പറയാമെന്ന് പറഞ്ഞ് ഉത്തരം പറയാൻ വേണ്ടിയല്ല, മറിച്ച് ആരോപണ ശരങ്ങൾ മുഴുവൻ ഞങ്ങളുടെ നേരെ തിരിച്ചു വെച്ച് രക്ഷപ്പെടാം എന്നുള്ള ശ്രമം നടത്താൻ വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രിയുടെ നിലപാട് അത് ഇരട്ടത്താപ്പാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. അടൂർ പ്രകാശും സോണിയാഗാന്ധി ഒന്ന് അദ്ദേഹത്തിന് അങ്ങ് തന്നെ സൂചിപ്പിച്ചു, പ്രതികളിൽ ഒന്നും രണ്ടും പ്രതികളെ അദ്ദേഹത്തിന് വിശ്വാസമില്ല, കൂട്ടുപ്രതികളെ മുഴുവൻ വിശ്വാസമാണ് എന്ന് പറയുന്നത് എന്തുതരം നിലപാടാണ്? ഇനി അടൂർ പ്രകാശും ആന്റണിയും ചേർന്ന് സോണിയാഗാന്ധി വഴിയാണ് ഇവരെ എല്ലാം ഈ കഴിഞ്ഞ 10 വർഷക്കാലം അല്ലെങ്കിൽ 9 വർഷക്കാലത്തോളം നടക്കുന്ന വലിയ കൊള്ളയ്ക്ക് അവസരമുണ്ടാക്കി കൊടുത്തതെങ്കിൽ ഇന്ന് വന്ന് നിങ്ങളെ കണ്ട, നിങ്ങൾ മാധ്യമങ്ങളോട് തർക്കിച്ച, കടക്ക് പുറത്തുനിന്ന് പണ്ട് പറഞ്ഞ അതേ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയല്ലേ കേരളത്തിന്റെ ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രി? സൈലന്റ്ലി അത് P ശശി ആണെങ്കിൽ പോലും റെക്കോർഡിക്കലി അത് പിണറായി വിജയൻ തന്നെയല്ലേ? ആ പിണറായി വിജയനെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളില്ല എന്നല്ലേ എന്റെ യാഥാർത്ഥ്യം. നോക്കൂ, 10 വർഷക്കാലമായി ശബരിമല പോലെ ഏതാ പറയുന്നത്, ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദൈവസ്ഥാനത്ത് അവിടെ ദൈവസമാനരായ ദ്വാരപാലകരെ അടിച്ചോണ്ട് പോകുന്ന തരത്തിലുള്ള ഒരു കൊള്ള നടത്താൻ കോൺഗ്രസ് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കാൻ അവിടെ സാധിച്ചുവെങ്കിൽ ആ 10 വർഷക്കാലം ഇവിടെ ഭരിച്ച ആഭ്യന്തര വകുപ്പിന്റെ മന്ത്രിക്ക് എന്ത് പണിയായിരുന്നു എന്നത് ചോദിക്കണ്ടേ? അപ്പൊ അദ്ദേഹം തന്നെ നിങ്ങളുടെ മുമ്പിൽ വന്ന്, നമ്മുടെ മുമ്പിൽ വന്ന് ഈ ഏറ്റുപറച്ചിൽ നടത്തുകയാണ് ചെയ്തത്. ഇനി സോണിയാഗാന്ധിയെ കാണുമ്പോൾ വിജിലൻസ് റിപ്പോർട്ടൊന്നുമില്ല കേട്ടോ. 2022 ദേവസ്വം വിജിലൻസിന്റെ തന്നെ റിപ്പോർട്ട് നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞ ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ടേബിളിലുണ്ട്. ഈ പോറ്റി ഒരു കൊള്ളക്കാരനാണെന്നും അയാളുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ട് എന്നും. എന്നിട്ട് അതിനുശേഷമാണ് ഈ വണ്ടി ദാനം ചെയ്യുന്ന ചടങ്ങുണ്ടല്ലോ. ലളിതമായി ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്തിനാ സോണിയാഗാന്ധിയെ പോറ്റി പോയി കണ്ടതെന്ന്? ഇനി ഒരു കാര്യം കൂടെ, 10 സെക്കൻഡ്, പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വളരെ ലളിതമായി ചോദിച്ചാൽ പറയാൻ പറ്റുമോ എന്തിനാണ് പോറ്റിയെ പോയി കള്ളം പോയി കണ്ടത്? അല്ല സോറി, സോണിയാഗാന്ധിയെ പോയി കള്ളം പോയി കണ്ട കാര്യം എന്താ എന്ന് വളരെ ഈസി ആയിട്ട് പറയാമല്ലോ, അറിയാമെങ്കിൽ. അല്ല, ഞാൻ പറയാം. അതിനു മുമ്പ് ഒരു 10 സെക്കൻഡ് ഇത് കൂടെ ആഡ് ചെയ്തോട്ടെ. അതിന് ഉത്തരം പറയാതെ പോയില്ല. നോക്കൂ, ഈ മുഖ്യമന്ത്രിയും CPM നേതാക്കളും പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, സോണിയാഗാന്ധിയുടെ സുരക്ഷ. എന്താ സോണിയാഗാന്ധിയുടെ സുരക്ഷയുടെ കാറ്റഗറി? Z+ കാറ്റഗറിയാണ് കേട്ടോ. എന്താ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സുരക്ഷയുടെ കാറ്റഗറി? അതും Z+ കാറ്റഗറിയാണ്. രണ്ടുപേരും തമ്മിൽ വലിയ സുരക്ഷാ വ്യത്യാസമൊന്നുമില്ല. മുഖ്യമന്ത്രിക്ക് ഒരു എക്സ്ട്രാ സുരക്ഷ ഉണ്ട്. അത് കടക്ക് പുറത്തുനിന്നും മാറി നിൽക്കങ്ങോട്ടൊന്നും അദ്ദേഹം തന്നെ പറഞ്ഞ് മൈക്ക് കേടായാൽ അസഭ്യം പറഞ്ഞ് പേടിപ്പിച്ചിറങ്ങി പോകുന്ന മുഖ്യമന്ത്രിയെ കണ്ട് ജനങ്ങളുടെ ഉള്ളിൽ അദ്ദേഹം തന്നെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സുരക്ഷാ കവചമുണ്ട്. ആ കവചത്തെ കൂടെ അതിലംഘിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് അടുത്തെത്താൻ പോറ്റിക്ക് സാധിച്ചത്. ഇനി പോറ്റി എങ്ങനെയാണ് സോണിയാഗാന്ധിയെ കണ്ടത് എന്നതിന്റെ ഉത്തരം പറയാം. അതിന് ഇതുമായി യാതൊരു ബന്ധവുമില്ലെങ്കിലും അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ കുറുവാ സംഘമുണ്ടല്ലോ, ആ കുറുവാ സംഘം ഇങ്ങനെ വന്ന് നാട്ടിൽ ആദ്യം താമസിക്കുമെന്നേ, അവരവിടെ ഒരു ഫെമിലിയറായി മാറും. അപ്പോൾ നമുക്ക് അവിടെ നാട്ടിലുള്ളവർക്കെല്ലാം ഇവർ കുറുവാ സംഘമാണെന്നൊന്നും അറിയാൻ സാധിക്കണമെന്നില്ല. അയാളെ സംബന്ധിച്ച് അയാൾ സോണിയാഗാന്ധിയെ കാണുന്ന സമയത്ത് അയാൾ ശബരിമലയിലെ ഒരു പോറ്റിയാണ്. ശബരിമലയിലെ പോറ്റിയെ ബഹുമാന പുരസ്കാരമായാണ് അവിടെ ഉള്ളവർ കാണുക. അപ്പൊ സ്ഥലം MLA പോയി എനിക്ക് സോണിയാഗാന്ധിയെ കാണാൻ ഒരു പെർമിഷൻ എടുത്തു തരണമെന്ന് ആവശ്യപ്പെട്ടാൽ സ്ഥലം MD ആവശ്യപ്പെട്ടാൽ കുറുവാ സംഘത്തെ ഈ സംഘവുമായി താരതമ്യം ചെയ്താൽ കുറുവാ സംഘം അങ്ങേക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. കുറുവാ സംഘം ചെയ്യുന്നത് അവർ കൊള്ളയാണ്. വരുന്നു, വീട്ടുകാർക്ക് കയറി കൊള്ളാടുന്നു. ഏതെങ്കിലും ദേവസ്വം ബോർഡ് അധ്യക്ഷന്മാർ കുറുവാ സംഘത്തിന് വേണ്ടി രേഖ തിരുത്തി കൊടുക്കുന്നില്ല, ഇത്രയും സപ്പോർട്ട് കിട്ടുന്നില്ല, ഇത്രയധികം പിന്തുണ കിട്ടുന്നില്ല, ഇത്രയധികം മാസ്റ്റർ പ്ലാൻ ഉണ്ടാവുന്നില്ല, ഇത്രയധികം തയ്യാറെടുപ്പ് ഒരു കുറുവാ സംഘം. അതുകൊണ്ട് അങ്ങ് കുറുവാ സംഘത്തെ താരതമ്യപ്പെടുത്തില്ല, അവരോട് മാനനഷ്ടത്തിന് കേസ് കൊടുക്കും. പക്ഷേ ആർ ബാബു, ഈ കോടതി മേൽനോട്ടത്തിലുള്ള അന്വേഷണ സംഘം എന്നുള്ളതിനെ കുറച്ച് സേക്രഡായോ പവിത്രമായോ ഒക്കെ കണ്ടത് പിഴവ് പറ്റിയോ എന്ന് പറഞ്ഞാൽ, സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ നടത്തിയ അന്വേഷണ സംഘങ്ങൾ പാളിപ്പോയ അല്ലെങ്കിൽ എവിടെയും എത്താതെ പോയ സംഭവങ്ങൾ പഗാസ് അടക്കം ഒരു പിടി ഒരു 10-12 ഇപ്പോൾ തന്നെ നമുക്ക് പറയാൻ പറ്റും. ആർബാബു, ഇവിടെ കോടതിക്ക് ഇറങ്ങി അന്വേഷിക്കാൻ പറ്റില്ലല്ലോ. കോടതിക്ക് ഗ്രൗണ്ടിൽ ഇറങ്ങി അന്വേഷിക്കാനുള്ള സംവിധാനമില്ല. അതിന് ഇച്ഛാശക്തി കാണിക്കേണ്ടത് SIT ആണ്. അതില്ലെങ്കിൽ കോടതിക്ക് എന്ത് ചെയ്യാൻ പറ്റും ബാബു? അല്ല ഹാഷ്മി, ഈ കോടതിയാണ് അന്വേഷണ സംഘത്തിലെ ഓരോ അംഗത്തെ നിശ്ചയിച്ചത്. സാധാരണ രീതിയിൽ അത്യപൂർവമായ കാര്യമാണ് അങ്ങനെ സംഭവിക്കുന്നത്. കോടതി ഏതെങ്കിലും ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ്റെ നേതൃത്വത്തിൽ അന്വേഷിക്കണമെന്ന് മാത്രമേ പറയുള്ളൂ. ഇവിടെ കോടതിയാണ് ഓരോ ഉദ്യോഗസ്ഥനെയും നിശ്ചയിച്ചത്. ആ ഉദ്യോഗസ്ഥന്മാരെ സംബന്ധിച്ചുള്ള ലിസ്റ്റ് ആര് കൊടുത്തതാ? ആരിൽ നിന്നായിരിക്കണം കോടതി അത് സംഘടിപ്പിച്ചിട്ടുണ്ടാവുക?
അപ്പോൾ തങ്ങൾക്ക് അനുകൂലമായ ആളുകൾ ആരൊക്കെയാണെന്ന് കണ്ടെത്തി ഗവൺമെൻറ് തന്നെ കൊടുക്കുന്ന ഒരു ലിസ്റ്റാണ്, അല്ലെങ്കിൽ കോടതി ആ നിലയ്ക്കുള്ള ഒരു സോഴ്സിൽ നിന്ന് വാങ്ങുന്ന ഒരു ലിസ്റ്റാണ്. അവരെ ഈ സർക്കാരിൻ്റെ പ്രതിസന്ധിയിലാക്കാത്ത രീതിയിലുള്ള അന്വേഷണം നടത്താവുന്ന ഉദ്യോഗസ്ഥന്മാരെ തെരഞ്ഞെടുത്ത് നിശ്ചയിച്ചു എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല, അങ്ങനെയാണെങ്കിൽ പത്മകുമാർ ഇപ്പോൾ ജാമ്യമില്ലാത്ത കിടക്കുമോ ശ്രീ അറിവാബു? ആ വാദം ശരിയാണെങ്കിൽ അല്ല ഇതിനകത്ത് പൊതുസമൂഹത്തിന്റെ ഇപ്പോൾ മാധ്യമങ്ങളടക്കം ഇത്രയും അവെയറായിട്ട് നിൽക്കുന്ന ഒരു കേസിൽ പത്മകുമാറിന് എങ്ങനെ രക്ഷപ്പെടാൻ സാധിക്കുന്നു? പത്മകുമാർ ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ, പത്മകുമാർ നേരിട്ട് പറഞ്ഞിരിക്കുകയല്ലേ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇത് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് ഒപ്പിട്ട് കൊടുത്തിരിക്കുകയല്ലേ. വിജിലൻസിന്റെ റിപ്പോർട്ട് അവിടെ ഇല്ലേ കോടതിയിൽ? പത്മകുമാറിനെയും വാസുവിനെയും ലോകത്ത് ആര് വിചാരിച്ചാലും രക്ഷപ്പെടുത്താൻ സാധ്യമല്ല. ഇപ്പോൾ CPM പറഞ്ഞു നടക്കുന്നത് എന്താണ്? ഞങ്ങളുടെ ഉദാരതയാണ്, ഞങ്ങളുടെ ലിബറൽ സമീപനമാണ്, ഞങ്ങളുടെ തുറന്ന സമീപനമാണ് ഈ അന്വേഷണത്തിലൂടെ. അങ്ങനെയാണോ? അങ്ങനെയല്ല. കാരണം ഇത് ഈ കേസ് വളരെ വ്യക്തമായിട്ട് സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടായ അതിൻ്റെ തദ്ഭവം എവിടുന്ന സ്പെഷ്യൽ കമ്മീഷണറുടെ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ടിനെ തുടർന്നാണ് ഈ അന്വേഷണവും ഈ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത്. ഇതിൽ CPMന്റെ ഒരു പങ്കാളിത്തവും ഇല്ല, CPMന്റെ ഒരു ഉദാരതയില്ല, തുറന്ന സമീപനമില്ല. ഇപ്പം ഇവിടെ CPMന്റെ പ്രതിനിധി പറയേണ്ടായി ഞങ്ങൾ ചാർജ് ഷീറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നാണ്. ഇവിടെ വിശ്വാസികൾ കാത്തു നിൽക്കുന്നത് എന്താണെന്നറിയാമോ? വിശ്വാസത്തോട് അങ്ങേയറ്റം വിപ്രതിപത്തി വച്ച് പുലർത്തിക്കൊണ്ട് അവഹേളിച്ചുക്കുന്ന ഒരു പാരമ്പര്യമുള്ള CPM ഈ ശബരിമല കൊള്ള നടത്തിയവരെയും സംരക്ഷിക്കുന്നു എന്ന നിലപാട് എടുത്തിരിക്കുന്നു എന്ന ആ ഒരു കാഴ്ചപ്പാടാണ് വിശ്വാസികൾക്കുള്ളത്. അല്ലെങ്കിൽ ഈ ചാർജ് ഷീറ്റിന്റെ കാര്യം പറയില്ല. ചാർജ് ഷീറ്റ് വന്നിട്ടാണോ PP ദിവ്യയെ മാറ്റി നിർത്തിയത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ P ശശിക്കെതിരെ നടപടി എടുത്തത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ CPMന്റെ പല നേതാക്കന്മാർക്കെതിരെ നടപടിയെടുത്തിട്ടുള്ളത് നാളെ വരെ? അല്ല. അപ്പോൾ തങ്ങൾക്ക് ന്യായീകരിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് ഓരോ ന്യായങ്ങൾ ഇങ്ങനെ പറയുകയാണ്, പൊതുസമൂഹത്തെ മുഴുവൻ വിഡ്ഢികളാക്കുന്ന. ചാർജ് ഷീറ്റ് വന്നിട്ടാണോ സോളാർ കേസിൽ ഉമ്മൻചാണ്ടിക്കെതിരെ ഇതേ പിണറായി വിജയൻ പ്രസംഗിച്ചു നടന്നത്? ചാർജ് ഷീറ്റ് വന്നിട്ടാണോ? അല്ലല്ലോ. അപ്പോൾ ചാർജ് ഷീറ്റ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയാണെന്നുള്ള പൊള്ളയായ ന്യായം പറഞ്ഞ് പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്, പൊതുസമൂഹത്തെ വിഡ്ഢികളാക്കാൻ നോക്കുകയാണ്. അതിനുള്ള തിരിച്ചടിയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലുണ്ടായത്. ജനങ്ങൾ ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ഹാഷ്മി. ജനങ്ങളെ മുഴുവൻ ഇങ്ങനെ വിഡ്ഢികളാക്കാൻ സാധ്യമല്ല. ജനങ്ങൾ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ അമ്പലക്കള്ളന്മാരെ സംരക്ഷിക്കുന്ന നിലപാട് CPM സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം ജനങ്ങളുടെ മുമ്പിൽ ഇപ്പൊ പകൽ പോലെ വ്യക്തമാണ്. എനിക്ക് സുരേഷ് കുമാറിലേക്ക് ഒന്നുകൂടി പോകുന്ന സമയം പൂർണ്ണമായി കഴിയാണ്. എന്തായാലും നമ്മുടെ ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്കപ്പുറം കൂടുതൽ വിവരങ്ങൾ ശബരിമലയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അത് ഞെട്ടിക്കുന്നതാണ്. ഓരോ ഇഞ്ചിലും കൊള്ള നടന്നു എന്നുള്ളതാണ്. നാഥനില്ലാ കളരി കണക്കെ, ഈജൻ തൊഴുത്ത് കണക്കെ, കേൾപ്പോരും കേൾവിയുമില്ലാത്ത കണക്ക്, ആർക്കും കയറി അള്ളാവുന്ന മട്ടിൽ ഭഗവാന്റെ സ്വത്തുകൾ അവിടെ കിടക്കുകയാണ് എന്ന ഞെട്ടൽ, അത് ഞെട്ടലുണ്ടാക്കുന്ന വസ്തുതയാണ്. വരും ദിവസങ്ങളിൽ നമ്മൾ കൂടുതൽ ഞെട്ടാനിരിക്കുന്നതേ ഉള്ളൂ. എൻകൗണ്ടർ പൂർണ്ണമാവുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. പ്രിയ പ്രേക്ഷകർക്ക് ശുഭരാത്രി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.